ഗുഡ് ഈവനിങ് ഓൾ. നമ്മുടെ ഇന്ന് മാരത്തോൺ സെക്ഷന്റെ ഫസ്റ്റ് ഡേ ആണ്. സോ അതിൽ നമ്മൾ കൂടുതലും കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരു 50 മാർക്കാണ് ഡിസ്കസ് ചെയ്യാൻ പ്ലാൻ ഇടുന്നത്. 50 മാർക്കിൽ കൂടുതലും കോർപ്പറേഷൻ ആണ്. ദെൻ ചെറിയൊരു പാർട്ട് CGT ആസ്പെക്ട്സ് കയറി വരുന്നുണ്ട്. ദെൻ വാറ്റ്. ദെൻ എല്ലാ 50 മാർക്കിൽ നിങ്ങൾക്ക് അറിയാം ഓൾറെഡി ഒരു സെക്ഷൻസ് ഏതെങ്കിലും ഒരു സെക്ഷനിൽ ഒരു എത്തിക്സ് ക്വസ്റ്റ്യൻ 5 മാർക്സ് ഉണ്ടാവും നിങ്ങൾക്കറിയാം. സോ ആ ഒരു വെയിലായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ദെൻ നമ്മൾ നിങ്ങളുടെ കിറ്റില് കപ്ലാൻ കിറ്റിലെ ക്വസ്റ്റ്യൻ നമ്പർ 21 ആണ് ഡിസ്കസ് ചെയ്യുക. ലാർക്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ. ഇതിൽ നിങ്ങൾക്കറിയാം സെക്ഷൻ എയില് 50 മാർക്കിൽ പൊതുവെ ഇങ്ങനെ പല എക്സിബിറ്റ്സ് നിങ്ങൾക്ക് തരും. അതായത് കണ്ടോ, ലാർക്ക് ലിമിറ്റഡ് ഗ്രൂപ്പ്, ടാക്സ് റിഡക്ഷൻ സ്ട്രാറ്റജീസ്, ഗിഫ്റ്റ് ഓഫ് ഷെയർസ് ഇൻ ലാർക്ക് ലിമിറ്റഡ്, വർക്ക്സ് ടു ബി ക്യാരിഡ് ഔട്ട്, ഇങ്ങനെ 4 റിക്വയർമെന്റ്സ് ആയിരിക്കും നോർമൽ കേസിൽ തരിക. ഇതിൽ ഏത് റിക്വയർമെന്റ്സിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യും. ഇവിടെ ഓൾറെഡി എക്സിബിറ്റ് 4 എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ നമ്മൾ ഫസ്റ്റ് എക്സിബിറ്റ് 4 ആയിരിക്കും ഡിസ്കസ് ചെയ്യുക കേട്ടോ. ദെൻ അതുപോലെ തന്നെ 50 മാർക്ക് ക്വസ്റ്റ്യൻ ആകുമ്പോൾ നമുക്കൊരു ഫോർമാറ്റ് ഉണ്ടാവും. മെമ്മോറാണ്ടം, മെമ്മോ, മീറ്റിംഗ് നോട്ട്സ്, അങ്ങനെ ഒരു ഫോർമാറ്റും ഉണ്ടാവും നിങ്ങൾക്ക്. എക്സിബിറ്റ് 4ലാണ് ഏതൊക്കെ വർക്കിംഗ്സ് ആണ് ചെയ്യേണ്ടതെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. കോർപ്പറേറ്റ് മാറ്റേഴ്സ്, റൈറ്റ് എ മെമ്മോറാണ്ടം for the Lark Limited Group client file to assist us in preparing for a meeting with R. And when carrying out this work, you should note that the Lark Limited Group clients all possible tax deductions and deferrals in respect of both tangible and intangible assets as soon as possible. അപ്പോൾ മെമ്മോറാണ്ടം ആണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾക്കറിയാം മെമ്മോറാണ്ടത്തിന്റെ ഒരു ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് നോർമൽ കേസിൽ അറിയാമായിരിക്കും. അതായത് നമ്മൾ പൊതുവെ ചെയ്യുന്നത് ക്ലൈന്റ്, സബ്ജക്റ്റ്, ക്ലൈന്റ്, സബ്ജക്റ്റ്, then prepared by, then date. ഇങ്ങനെയാണ് നമ്മൾ നോർമൽ കേസിൽ വരാറുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. അതെല്ലാ 50 മാർക്കിലും ഒരു ഫോർമാറ്റ് ഉണ്ടാവും, അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ദെൻ സെയിൽ ഓഫ് STV ലിമിറ്റഡ്, ഒരു ഓൾറെഡി ഓരോന്നും ഏത് എക്സിബിറ്റ്, ഓരോ വർക്കിംഗ്സും ഏത് എക്സിബിറ്റ് ആയിരിക്കും ഫോളോ ചെയ്യുക അത് നമുക്ക് ക്ലിയർ ആയിട്ട് ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ ഓൾറെഡി എക്സിബിറ്റ് 1 ആണ് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത്. ഇൻ റെസ്പെക്ട് ഓഫ് ഓപ്ഷൻ 1, explain the corporation tax implication of Lark Limited sale of shares. ഓൾറെഡി ഒരു ഷെയർ സെയിൽ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്താണ്. അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ഒരു ഷെയർ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോഴേ അതിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് അതും കമ്പനിയാണ്, ലാർക്ക് ലിമിറ്റഡ് ആണ്. ഒരു കമ്പനി ഷെയർ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ 3 പോയിന്റുകൾ നിങ്ങൾ എല്ലായ്പ്പോഴും ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാം. എല്ലായിടത്തും ആപ്ലിക്കബിൾ ആകണമെന്നില്ല എല്ലാ പോയിന്റ്സും, ബട്ട് എല്ലായ്പ്പോഴും സെയിൽ ഓഫ് ഷെയർസ് എന്ന് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഓൾറെഡി 3 പോയിന്റ്സ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഓൾറെഡി SSC, ദെൻ ഡീഗ്രൂപ്പിംഗ് ചാർജ് ആൻഡ് SDLT, ഇങ്ങനെ 3 പോയിന്റ്സ് ആയിരിക്കും നമ്മൾ സിനാരിയോയിൽ ചെക്ക് ചെയ്യുക. SSC അത് വേണേൽ ഷോർട്ടായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളുക. SSC, ഡീഗ്രൂപ്പിംഗ് ചാർജ് ആൻഡ് SDLT, ഇങ്ങനെ 3 കാര്യങ്ങളായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, ചെക്ക് ചെയ്യേണ്ടത് സിനാരിയോയിലേക്ക് ഇത് ആപ്ലിക്കബിൾ ആണോ എന്ന് സെയിൽ ഓഫ് ഷെയർ എന്നുള്ള വേർഡ് കാണുമ്പോൾ. ദെൻ ഇൻ റെസ്പെക്ട് ഓഫ് ഓപ്ഷൻ 2, എക്സ്പ്ലെയിൻ ദ കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻ ഫോർ STV ലിമിറ്റഡ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാൻഡ് ടാക്സ് ഇംപ്ലിക്കേഷൻ ഓഫ് സെയിൽ ഓഫ് സ്ട്രിക്ട് ബിൽഡിംഗ്. നമ്മളിവിടെ ഒരു ബിൽഡിംഗ് സെയിൽ ചെയ്യുവാണ്, അതിന്റെ കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷനും അതുപോലെ തന്നെ സ്റ്റാമ്പ് ഡ്യൂട്ടി ലാൻഡ് ടാക്സ് SDLTയുടെ പേയ്മെന്റ്സും കാര്യങ്ങളും ആണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. SDLT റൈസ് ആകുമോ, അതെങ്ങനെയായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ദ ലാസ്റ്റ് റിക്വയർമെന്റ്, കാൽക്കുലേറ്റ് ദ ടാക്സബിൾ ബെനിഫിറ്റ് റിസൾട്ടിംഗ് ഓൺ ദ സെയിൽ ഓഫ് ട്രേഡ് മാർക്ക്. നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് ആണ്. ഒരു ട്രേഡ് മാർക്ക് സെയിൽ ചെയ്യുന്നു, ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് സെയിൽ ചെയ്യുന്നു, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ടാക്സബിൾ പ്രോഫിറ്റ് ആണ് ക്വസ്റ്റ്യൻ. ഇതൊരു 10 മാർക്കാണ്. Then, in order to assist R in deciding on which option to proceed with, prepare calculation to show which option would generate the greater amount of post-tax proceeds for Lark Limited. നമ്മളിവിടെ 2 ഓപ്ഷൻ പറയുവാണ്. ഒന്നെങ്കിൽ ഈ കമ്പനിയിലെ ഷെയർ സെയിൽ ചെയ്യുക,
അല്ല എങ്കിൽ ഇതിലെ അസറ്റ്സുകൾ സെയിൽ, അങ്ങനെ 2 ഓപ്ഷനാ പറയുക. ആ 2 ഓപ്ഷനിൽ വിച്ച് വൺ ഈസ് ബെറ്റർ? ലാർക്ക് ലിമിറ്റഡിന് പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ്. പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, പ്രൊസീഡ്സ് മൈനസ് ടാക്സ്. അതിനെയാണ് സിമ്പിൾ ആയിട്ട് നമ്മൾ പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് എന്ന് പറയും. സോ അതും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. Then in respect of both options, set out any other tax or commercial matters directly related to the proposed sale which we should draw in our attention. ഈ 2 സിറ്റുവേഷനുമായിട്ട് റിലേറ്റ്, ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2 ആയിട്ട് റിലേറ്റ് ചെയ്ത് എന്തൊക്കെ മാറ്റേഴ്സ് ആയിരിക്കാം ശ്രദ്ധിക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാറ്റ് എക്സിബിറ്റ് 1, ഇതെല്ലാം എക്സിബിറ്റ് 1ഉമായിട്ട് കണക്ട് ചെയ്ത റിക്വയർമെന്റ്സ് തന്നെയാണ്. You should note that our intends to include all eligible companies in the group VAT registration and that UK resident companies in the group make standardized supplies only. However, our will need to resolve certain administrative issues before the application can be finalized, such that the group registration will not be in place until 1st May 26. ഇവര് 1st May 26ന്റെ ബിഫോർ ഗ്രൂപ്പ് രജിസ്ട്രേഷൻ ഒന്നും നടത്താൻ പ്ലാൻ ഉള്ളതായിട്ട് പറയുന്നില്ല. 1st May 26 അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കാം. Explain which of the companies in the Lark Limited group could be included within the group VAT registration with Lark Limited. നമ്മളോട് ചോദിച്ചിരിക്കണ ഏതൊക്കെ കമ്പനീസ് ആയിരിക്കും ഗ്രൂപ്പ് വാറ്റ് രജിസ്ട്രേഷനിൽ ഇൻക്ലൂഡ് ആകും. ലാർക്ക് ലിമിറ്റഡിന്റെ കൂടെ ഗ്രൂപ്പ് വാറ്റ് രജിസ്ട്രേഷനിൽ ഏതൊക്കെ കമ്പനീസ് ആയിരിക്കാം ഇൻക്ലൂഡഡ് ആവുക. Then on the assumption that the sale of STB Limited is carried out in accordance with the option 2, explain why the sale of business assets would not qualify as a transfer of going concern, and consequently whether or not STB Limited would be required to charge VAT on the sale of strict building to VAR Limited. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഇവിടെ ഓപ്ഷൻ 2 പ്രകാരമാണെങ്കിൽ നമ്മൾ ഗോയിങ് കൺസേൺ ആപ്ലിക്കബിൾ ആണോ, എങ്ങനെയായിരിക്കും അത്, എങ്ങനെയായിരിക്കാം അല്ലെങ്കിൽ വാറ്റ് ചാർജ് ചെയ്യുക, അല്ലെങ്കിൽ ഇംപ്ലിക്കേഷൻ, അതായത് ഈ ഒരു ബിൽഡിംഗ് സെയിൽ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് വാറ്റ് ചാർജ് ചെയ്യുക എങ്ങനെയായിരിക്കും. 7 മാർക്ക്. നെക്സ്റ്റ് പോർഷൻ ആക്ച്വലി എക്സിബിറ്റ് 2 നോക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് എക്സിബിറ്റ് 3 ആണ്. സോ നമുക്ക് ആ ഒരു പോർഷൻ തൽക്കാലം വേണ്ട, ലാസ്റ്റിലേക്ക് വരാം. എക്സിബിറ്റ് 1 ഇനി വായിച്ച് അതുമായിട്ട് കണക്ട് ചെയ്ത കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എക്സിബിറ്റ് 2 and 3 ഡിസ്കസ് ചെയ്യാം. ഇവിടെ ഈ നമ്മളോട് അഡ്വൈസ് എന്ന് പറയുന്നത് നോർമൽ കേസിൽ നമ്മുടെ റിക്വയർമെന്റ്സ് തന്നെയാണ് കേട്ടോ. നമ്മളിപ്പോ കണ്ട റിക്വയർമെന്റ്സ് കണ്ടോ, സെയിൽ ഓഫ് സബ്സിഡറി കമ്പനീസ്, ദെൻ സെയിൽ ബൈ എ കമ്പനി ബിൽഡിംഗ് ആൻഡ് ഇൻടാഞ്ചിബിൾ അസെറ്റ്, ഗ്രൂപ്പ് രജിസ്ട്രേഷൻ, വാറ്റ് ഇംപ്ലിക്കേഷൻ, ദ സെയിൽ ഓഫ് ബിൽഡിംഗ്, ഇതൊക്കെ നമ്മുടെ റിക്വയർമെന്റ്സ് തന്നെയാണ് അഡ്വൈസ്. ബട്ട് നിങ്ങൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് വായിക്കണം, വായിക്കേണ്ടെന്നല്ല. ഞാൻ പറഞ്ഞു പൊതുവേ നമ്മൾ നോർമൽ കേസിൽ അത് റിക്വയർമെന്റ്സ് തന്നെ ആയിരിക്കും. ദെൻ ലാർക്ക് ലിമിറ്റഡ്. Lark Limited acquires STB Limited, 10 Limited, URB Company and VAR Limited. അപ്പം ലാർക്ക് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു കമ്പനി 4 കമ്പനീസിനെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇവിടെ 100%, 60, 100 and 100 ആണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഓൾറെഡി ഇവര് ഗ്രൂപ്പില് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പിൽ ഇവര് മെമ്പർ ആവില്ല. 10 ലിമിറ്റഡ്. ദെൻ VAR Limited, URB നോക്കിയേ, ടാക്സ് റെസിഡന്റ് ഇൻ ഓവർസീസ്. ബാക്കി എല്ലാ കമ്പനീസും UK റെസിഡന്റ് ആണ്. ബട്ട് URB ഒരു ഓവർസീസ് റെസിഡന്റ് കമ്പനിയാണ് എന്നുള്ളൊരു കാര്യം പ്രത്യേകം ഓർത്തേക്കുക. All 5 companies are trading companies which prepares accounts to 31st March each year. URB company trades in the country of Limro and is resident for the tax purpose. And there is no double tax treaty between the UK and Limro. അപ്പൊ ഈ 2 കമ്പനീസുകൾ തമ്മിൽ ഡബിൾ ടാക്സ് ട്രീറ്റി എഗ്രിമെന്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞാൽ DTR അവൈൽ, നോ ഡബിൾ ടാക്സ് ട്രീറ്റി, ദാറ്റ് മീൻസ് DTR അവൈലബിൾ എന്നാണ് മീനിങ്. All of the other 4 companies are UK resident in the UK, pay corporation tax at main rate. ഇവര് റേറ്റ് കൊടുക്കുന്ന മെയിൻ റേറ്റ്, ദാറ്റ് മീൻസ് മെയിൻ റേറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം 25% ആണ് കോർപ്പറേഷൻ ടാക്സ് റേറ്റ് കൊടുക്കുക.
Then Lark Limited acquired the whole ordinary share capital of STV Limited on 1st May 2020 for 5,50,000. അപ്പോൾ ലാർക്ക് ലിമിറ്റഡ് STV ലിമിറ്റഡിനെ അക്വയർ ചെയ്തത് 5,50,000 അത് 1st May 2020. അത് ഓൾറെഡി ഇവിടെ അക്വിസിഷൻ ഡേറ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. പർച്ചേസ് ചെയ്തത് ആക്ച്വലി 5,50,000 പർച്ചേസ് ചെയ്തത്. അക്വയർ ചെയ്തത് 1st May 2020. Then STV Limited trades from Strict Building, which it purchased from an unconnected person on 1st October 21 for 4,30,000. And the Strict Building is not eligible for SBA allowance. ഇപ്പോൾ ഇവിടെ STV ലിമിറ്റഡിന്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അത് അൺകണക്റ്റഡ് പേഴ്സണിൽ നിന്ന് പർച്ചേസ് ചെയ്ത്, അതിനൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അൺകണക്റ്റഡ് പാർട്ടിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത് 1st October 21 4,30,000. അപ്പൊ ഇവരുടെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് October 21 പർച്ചേസ് ചെയ്തത്. അതിന്റെ വാല്യൂ 4,30,000 ആണ്. അന്ന് പർച്ചേസ് ചെയ്ത ഇയർ ഓർക്കുക. അൺകണക്റ്റഡ് പാർട്ടിയിൽ നിന്ന്, ഗ്രൂപ്പ് മെമ്പേഴ്സിൽ നിന്നൊന്നും അല്ല പർച്ചേസ് ചെയ്തിരിക്കുന്നത്. Then on 1st April, STV Limited purchased a registered trademark for 30,000. You should also be aware that on 1st May, VAR Limited purchased a registered trademark for 40,000. അപ്പൊ ഇവിടെ രണ്ട് കമ്പനീസുകൾ ട്രേഡ് മാർക്ക് പർച്ചേസ് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇൻടാഞ്ചിബിൾ അസറ്റ് പർച്ചേസ് ചെയ്തു. 1st April 24 STV ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് 1st April 24 പർച്ചേസ് ചെയ്തത് 30,000 പർച്ചേസ് ചെയ്തത്. ഇനി വാർ ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് 1st May 25 40,000. വാർ ലിമിറ്റഡ് പർച്ചേസ് ചെയ്തത് 1st May 25 എത്രയ്ക്കാ പർച്ചേസ് ചെയ്തത്? 40,000 പർച്ചേസ് ചെയ്തത്. ഡേറ്റുകൾക്കൊക്കെ വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. Then both trademark were acquired from unconnected persons for use with the respective. എന്തിനായിരിക്കും ഇവിടെയൊക്കെ അൺകണക്റ്റഡ് പേഴ്സൺസിനാണ് പർച്ചേസ് ചെയ്തത്? നമുക്കറിയാം ഇവരൊക്കെ കണക്റ്റഡ് പാർട്ടീസിൽ നിന്നാണ് ഈ ഒരു ടാഞ്ചിബിൾ അസറ്റും അല്ലെങ്കിൽ ഇൻടാഞ്ചിബിൾ അസറ്റ് ഒക്കെ പർച്ചേസ് ചെയ്തതെങ്കിൽ അവർ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണെങ്കിൽ ഈ ടാഞ്ചിബിൾ ആയാലും ഇൻടാഞ്ചിബിൾ ആയാലും നോ ഗെയിൻ നോ ലോസ് അല്ലെങ്കിൽ ടാക്സ് ന്യൂട്രൽ ആകും. അങ്ങനെ ഒരു റൂൾ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഈ ഇൻടാഞ്ചിബിൾ അസറ്റും ടാഞ്ചിബിൾ അസറ്റും ഒക്കെ അൺകണക്റ്റഡ് പേഴ്സൺസിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത്. Then they are being written off 20 years period in the company's financial statement and the total amortization in respect of trademark for 20 years 31st March 26 will be 3,000. ഇപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്ന എസ് എന്ന് പറഞ്ഞ ട്രേഡ്മാർക്ക്, എസ് എന്ന് പറഞ്ഞാൽ ട്രേഡ്മാർക്ക് STV ലിമിറ്റഡിന്റെ ആ ഒരു ട്രേഡ്മാർക്ക് 20 years അമോർട്ടൈസേഷൻ. ഇൻടാഞ്ചിബിൾ അസറ്റ്സിന് 20 years ആണ് അമോർട്ടൈസേഷൻ. 20 year എന്ന് പറയുമ്പോൾ നമുക്കറിയാം 1,500. അവര് 1st April 24 പർച്ചേസ് ചെയ്ത് 31st March 25 31st March 26 അല്ലെ, 2 year. 2 yearൽ ഓൾറെഡി വരുന്നത് 3,000. അത് ക്ലിയർ ആയിട്ട് തന്നേക്കും. അമോർട്ടൈസേഷൻ എമൗണ്ട് 3,000 ആണ് എന്നുള്ളത്. തന്നില്ലെങ്കിൽ നമുക്ക് ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്യാം, കാരണം 20 years ആണ് അവർ ഓൾറെഡി പറഞ്ഞേക്കുന്ന. Then STV Limited is a profitable company. It has no trading loss or capital loss brought forward. പ്രീവിയസ് ഇയറിൽ നിന്ന് ട്രേഡിംഗ് ലോസോ ക്യാപിറ്റൽ ലോസ് ഒന്നും ബ്രോഡ് ഫോർവേഡ് വരുന്നില്ല എന്ന് പറഞ്ഞു. Then sale of STV Limited. A sale of either STV Limited share capital option 1 or the company's assets option 2 will takes place on 31st March. രണ്ട് സിറ്റുവേഷൻ പറയുവാണ്. ഒന്നെങ്കിൽ ഷെയർ ക്യാപിറ്റൽ STV ലിമിറ്റഡിന്റെ ഷെയർ സെയിൽ ചെയ്യുന്നു, ഓപ്ഷൻ 2 ഓൾറെഡി കമ്പനി അസറ്റ്സുകൾ സെയിൽ ചെയ്യുന്നു. ഈ ഓപ്ഷൻ 1, under this option Lark Limited would sell the whole ordinary share capital of STV Limited to an unconnected company 9,20,000. നമ്മളോട് ഓൾറെഡി പറഞ്ഞിരിക്കുന്നത് എല്ലാ അസറ്റ്സും ഫുൾ ഹോൾ ഷെയർ ക്യാപിറ്റൽ സെയിൽ ചെയ്യുവാണ് അൺകണക്റ്റഡ് പാർട്ടിക്ക്. എത്രയ്ക്ക്? 9,20,000 സെയിൽ ചെയ്യും. 9,20,000 സെയിൽ ചെയ്യുവാണെങ്കിൽ 9,20,000 മൈനസ് കോസ്റ്റ് ഗെയിൻ കിട്ടി അല്ലെ, ഓൾറെഡി ഗെയിൻ കിട്ടി. ഇനി ഒരു കമ്പനിയിലെ ഷെയർ സെയിൽ ചെയ്താൽ ഗെയിൻ കിട്ടിയാൽ അതിന് എന്തെങ്കിലും റിലീഫുകൾ അവൈലബിൾ ആണോ? ഒരു കമ്പനിയിലെ ഷെയർ സെയിൽ ചെയ്തു,
അതിനൊരു ഗെയിൻ കിട്ടിയാൽ ഓൾറെഡി എന്തെങ്കിലും റിലീഫുകൾ അവൈലബിൾ ആയിരിക്കുമോ? SSC എലിജിബിൾ ആണ്. അപ്പൊ ഇവിടെ ഓൾറെഡി SSCയുടെ കണ്ടീഷൻ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്നതാണ്. അതായത് നമ്മൾ ഒരു ട്രേഡിംഗ് കമ്പനിയിലെ ഷെയർ ആയിരിക്കണം സെയിൽ ചെയ്തിരിക്കുക, മോർ ദാൻ 10% ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം, ലാസ്റ്റ് 6 ഇയേഴ്സിൽ 12 months എങ്കിലും മോർ ദാൻ 10% ഹോൾഡിംഗ് ഉണ്ടായിരിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ SSCയുടെ കണ്ടീഷൻ എന്ന് പറയും. അപ്പം നമ്മൾ ഓൾറെഡി പറയേണ്ടത് ജസ്റ്റ് സെയിൽസ് പ്രൊസീഡ്സ് മൈനസ് കോസ്റ്റ് ചാർജബിൾ ഗെയിൻ, അതായത് 9,20,000 ആണ് സെയിൽസ്, ലെസ് കോസ്റ്റ് 5,50,000 ആണ്. 9,20,000 മൈനസ് 5,50,000, സോ എന്ന് പറഞ്ഞാൽ 3,70,000 നിങ്ങൾക്ക് അവിടെ ഒരു ഗെയിൻ എറൈസ് ആയിട്ടുണ്ട്. സോ അപ്പം ഈ ഗെയിൻ എറൈസ് ആയെങ്കിലും നിങ്ങൾക്ക് കോർപ്പറേഷൻ ടാക്സ് എറൈസ് ആവുന്നില്ല SSC റൂൾ പ്രകാരം. അപ്പം ഓൾറെഡി ഇവിടെ പറയണം, ഇവിടെ STV ലിമിറ്റഡിനെ സെയിൽ ചെയ്തു, സെയിൽസ് മൈനസ് കോസ്റ്റ് 3,70,000 എറൈസ് ആയി, ബട്ട് ഇവിടെ SSC എലിജിബിൾ ആണ്, അതുകൊണ്ട് ഈ ഗെയിൻ എക്സംപ്റ്റ് ആണെന്ന് പറയണം. നെക്സ്റ്റ് പാരഗ്രാഫിൽ പറയണം ഓൾറെഡി എന്താണ് SSC എന്ന് പറഞ്ഞാൽ, ഞാൻ ഓൾറെഡി കണ്ടീഷൻ പറഞ്ഞു, നിർബന്ധമായും കണ്ടീഷൻ പറഞ്ഞിട്ട് അത് സിനാരിയോയിലേക്ക് ലിങ്ക് ചെയ്യുക. അതുകൊണ്ട് പ്രത്യേകിച്ച് കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻ ഒന്നും എറൈസ് ആവുന്നില്ല. റീസൺ ഇവിടെ ഗെയിൻ എക്സംപ്റ്റ് ആണെന്ന് പറയും. അത്ര മാത്രമേ അവിടെ പറയാനുള്ളൂ. ഓക്കെ, എനിക്കിനി അറിയേണ്ടത് ഈ ഒരു സിനാരിയോയിൽ ഇവിടെ ഒരു ഡി ഗ്രൂപ്പിംഗ് ചാർജ് എറൈസ് ആകുമോ എന്നുള്ളതാണ് എനിക്കറിയേണ്ടത്. ഈ ക്വസ്റ്റ്യനിൽ ഒരു ഡി ഗ്രൂപ്പിംഗ് ചാർജ് എറൈസ് ആകുമോ? ഇവിടെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ ഇവർക്ക്, 4,30,000 പർച്ചേസ് ചെയ്ത ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഈ ബിൽഡിംഗ് 1 October 2021 ഓൾറെഡി പർച്ചേസ് ചെയ്തിരുന്നത്. അതുകൊണ്ട് ഓൾറെഡി ഡി ഗ്രൂപ്പിംഗ് ചാർജ് വരുമോ എന്നാണ് എനിക്കറിയേണ്ടത്. വരൂ, അല്ലെ? പൊതുവെ ഞാൻ പറഞ്ഞു 3 കാര്യങ്ങളാണ് നിങ്ങൾ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കേണ്ടതെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അങ്ങനെ ശ്രദ്ധിക്കേണ്ടതിൽ SSC പറഞ്ഞു, നിങ്ങൾ ഓൾറെഡി കണ്ടീഷൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, അടുത്തതിന്റെ ഒരു ഡൗട്ട്, ഇവിടെ ഒരു ഡി ഗ്രൂപ്പിംഗ് ചാർജ് എറൈസ് ആകുമോ? ഡി ഗ്രൂപ്പിംഗ് ചാർജ് എറൈസ് ആവില്ല. റീസൺ എന്താ? ഈ ഒരു ബിൽഡിംഗ്, കാര്യം പറഞ്ഞാൽ ഇവരെ STV ലിമിറ്റഡിനെ സെയിൽ ചെയ്തപ്പോ ഈ ബിൽഡിങ്ങുമായിട്ടാണ് STV ലിമിറ്റഡ് ഗ്രൂപ്പിൽ നിന്ന് പോകുന്നത്, അത് ശരിയാ. ബട്ട് ഈ ബിൽഡിംഗ് പർച്ചേസ് ചെയ്ത് അൺകണക്റ്റഡ് പാർട്ടിയിൽ നിന്നാണ്. നമ്മൾ പഠിച്ചിരിക്കുന്ന ഡി ഗ്രൂപ്പിംഗ് ചാർജ് എന്ന് പറഞ്ഞാല് നോ ഗെയിൻ നോ ലോസ് വഴി ഹോൾഡ് ചെയ്ത ഒരു അസറ്റുമായിട്ട് ഗ്രൂപ്പിൽ നിന്നും വിത്തിൻ 6 ഇയേഴ്സിനുള്ളിൽ ലീവ് ചെയ്ത് പോയാൽ എറൈസ് ആകുന്ന ചാർജിനെയാണ് നമ്മൾ ഡി ഗ്രൂപ്പിംഗ് ചാർജ് എന്ന് പറയും. അപ്പൊ ഇവിടെ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്ത അസറ്റ് ഒന്നും അല്ല. സോ അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് ഡി ഗ്രൂപ്പിംഗ് ചാർജ്, അതിനാണ് ഇവർ വേർഡ് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞത്, എന്തുകൊണ്ട് അൺകണക്റ്റഡ് പേഴ്സണിൽ നിന്ന് കളക്ട് ചെയ്തതാണ് എന്ന് പറയാൻ റീസൺ അതാ. സോ അതുകൊണ്ട് ഡി ഗ്രൂപ്പിംഗ് ചാർജ് എറൈസ് ആവുന്നില്ല. ഇനി SDLTയുടെയും പ്രത്യേകിച്ച് റിലവൻസ് വരുന്നില്ല, കാരണം നമ്മൾ ഇത് അൺകണക്റ്റഡ് പാർട്ടിയിൽ നിന്നായിരുന്നു പർച്ചേസ് ചെയ്ത് 1 October 2021. അതിനാൽ തന്നെ നമ്മൾ അന്ന് എന്ത് പേ ചെയ്തിട്ടുണ്ട്? SDLT പേ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അതിനും പ്രത്യേകിച്ച് ഒരു റിലവൻസും ഈ ഒരു ക്വസ്റ്റ്യനിൽ കയറി വരുന്നില്ല. സോ അത് രണ്ടും, കാരണം പൊതുവെ സ്റ്റുഡൻസിന് ഇങ്ങനെ 3 കാര്യങ്ങൾ, നമ്മളൊരു ഷെയർ സെയിൽ ചെയ്താൽ 3 കാര്യങ്ങൾ വരുമെന്ന് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്നൊരു ഡൗട്ട് വരും, ഇതിന് ഡി ഗ്രൂപ്പിംഗ് ചാർജ് വരുമോ ഇല്ലയോ? ഇവിടെ വരില്ല. റീസണും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞു, ഇവർ അൺകണക്റ്റഡ് പാർട്ടിയിൽ നിന്നാണ് ഈ അസറ്റ് പർച്ചേസ് ചെയ്തത്, അതുകൊണ്ടാണ് ഡി ഗ്രൂപ്പിംഗ് ചാർജ് എറൈസ് ആവാത്തത്. സെക്കൻഡ് പാർട്ട്, under this option STV Limited would sells its assets and would cease trading. അടുത്ത ഓപ്ഷൻ പറയുക, ഇവർ അസറ്റ്സുകൾ സെയിൽ ചെയ്യുക എന്നിട്ട് ട്രേഡ് സീസ് ചെയ്യുന്നു. It would then pay a dividend to Lark Limited equal to the post-tax proceeds realized. എന്നിട്ട് എന്ത് ചെയ്യുന്നു? STV ലിമിറ്റഡ് അസറ്റ്സുകൾ സെപ്പറേറ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നു, എന്നിട്ട് ട്രേഡ് സീസ് ചെയ്യുന്നു. ആ ട്രേഡ് അപ്പൊ അസറ്റ്സുകളൊക്കെ സെയിൽ ചെയ്ത് കിട്ടിയ പ്രോഫിറ്റ് എന്ത് ചെയ്യുന്നു? ലാർക്ക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്ന് ഡിവിഡൻഡ് ആയിട്ട് വിഡ്രോ ചെയ്ത് പോകും. നമുക്കറിയാം, നമുക്കൊരു ഡിവിഡൻഡ് റിസീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ടാക്സിൽ എക്സംപ്റ്റ്. സോ അതിനാൽ തന്നെ ആ ഒരു ഡിവിഡൻഡ് കിട്ടി എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ടാക്സ് ഒന്നും കൊടുക്കണ്ട, അത് എക്സംപ്റ്റ് ആണ് എന്ന് ഓർക്കുക. പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് ചോദിച്ചിരിക്കുന്ന ലാർക്ക് ലിമിറ്റഡ്, അതായത് പേരന്റ് കമ്പനിയുടെ പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് ആണ്. അപ്പൊ ഇവിടെ നമ്മൾ ഓൾറെഡി പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് എന്ന് പറഞ്ഞാൽ പ്രൊസീഡ്സ് മൈനസ് ടാക്സ് ആണ്. ഡിവിഡന്റിന് പ്രത്യേകിച്ച് ടാക്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെയും ഫുള്ളി എന്നുള്ള രീതിയിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. നമുക്ക് എന്തായാലും നോക്കി വരാം. ചെറിയ ചെറിയ ഗെയിനുകൾ എന്തൊക്കെയോ ഉണ്ട്, ഡിഫറെന്റ് അസറ്റ്സുകളല്ലേ, നമുക്ക് നോക്കാം.
Then the strict building would be sold to VAR Limited for its market value 700,000. And VAR Limited would use the building for trading purpose. ഈ ബിൽഡിങ് ആർക്കാ സെയിൽ ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കണേ? VAR Limited. VAR Limited എന്ന് പറയുമ്പോൾ ഇവര് ഓൾറെഡി ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പറാ. അപ്പൊ ഇങ്ങനെ ഓൾറെഡി ഈ STV ലിമിറ്റഡില് 4,30,000 പർച്ചേസ് ചെയ്ത 4,30,000 പർച്ചേസ് ചെയ്ത ഈ അസറ്റ് STV ലിമിറ്റഡ് ആർക്ക് ട്രാൻസ്ഫർ ചെയ്യാനാ പ്ലാൻ ഇടുന്നേ? VAR ലിമിറ്റഡിന് ട്രാൻസ്ഫർ ചെയ്യാനാ പ്ലാൻ ഇടുന്നേ. ഓർക്ക് ഇവര് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സാ. ഓൾറെഡി അവർ പറയുന്നുണ്ട് മാർക്കറ്റ് വാല്യൂ ഓൾറെഡി 700,000 ആണെന്ന് പറയുന്നുണ്ട്. ബട്ട് 700,000 ആണെങ്കിലും ഇവര് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയതുകൊണ്ട് ആക്ച്വലി നോ ഗെയിൻ നോ ലോസ് ആണ്. ആ ഒരു കാര്യം കൂടെ പ്രത്യേകം ഓർത്തേക്കുക. ബട്ട് മാർക്കറ്റിൽ ഓൾറെഡി എത്രയുണ്ട് പ്രൊസീഡ് വാല്യൂ? 700,000 ഉണ്ട് പ്രൊസീഡ് വാല്യൂ. Then a trademark would be sold to an unconnected company 50,000. അപ്പം ഒരു ട്രേഡ് മാർക്ക് ഉണ്ടായിരുന്നു, സെയിൽ ചെയ്യുക എസ് ലിമിറ്റഡ് 50,000. അസറ്റുകൾ സെയിൽ ചെയ്താലും നമ്മുടെ നോർമൽ കേസിൽ എങ്ങനെയും പ്രോഫിറ്റുകൾ കുറയ്ക്കാൻ പറ്റുമോ, എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കുക. അപ്പൊ ഇവിടെ ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് സെയിൽ ചെയ്യുമ്പോഴും ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് സെയിൽ ചെയ്താൽ അതിന്റെ പ്രോഫിറ്റ് എങ്ങനെയാ കണ്ടുപിടിക്കുക? സെയിൽസ് മൈനസ് കോസ്റ്റ് എന്നാ. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ, സെയിൽസ് മൈനസ് ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ, അങ്ങനെയായിരിക്കും നമ്മൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. അപ്പം ഓൾറെഡി ആ ഒരു വേയിൽ കണ്ടുപിടിക്കും. ഇവിടെ എങ്കിലും നമ്മൾ ആ പ്രോഫിറ്റിന് അപ്പൊ ടാക്സ് കൊടുക്കണം. ടാക്സ് കൊടുക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ നോക്കും നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പറോ അല്ലെങ്കിൽ നമ്മളോ റോൾ ഓവർ ലീഫ് അല്ലെങ്കിൽ ഡെഫേർഡ് ഗെയിൻ എന്തെങ്കിലും ഉണ്ടോ, ഡെഫർ ചെയ്യാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്യും. നമ്മുടെ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സോ അല്ലെങ്കിൽ നമ്മളോ എന്തെങ്കിലും അസറ്റ്സുകൾ, നമുക്കറിയാം റോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ബാക്കിലേക്ക് 12 months ഫ്യൂച്ചറിലേക്ക് 36 months. ഇവിടെ ഇവരിത് സെയിൽ ചെയ്യുന്നത് ഓൾറെഡി ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 31st March. രണ്ട് ഇവന്റ് ഏതായാലും 31st March 26 സെയിൽ ചെയ്യാൻ പ്ലാൻ. അപ്പൊ 31st March 26 സെയിൽ ചെയ്യാൻ പ്ലാൻ എങ്കിൽ ഈ ഡേറ്റിൽ നിന്ന് ബാക്കിലേക്ക് 12 months ഫ്യൂച്ചറിലേക്ക് 36 months ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് പർച്ചേസ് ചെയ്തെങ്കിൽ അതിലേക്ക് നമുക്ക് റോൾ ചെയ്യാം. ഇവിടെ നിങ്ങളുടെ VAR ലിമിറ്റഡ് നിങ്ങളുടെ ഓൾറെഡി ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പറാ. നിങ്ങളിത് ഈ ഒരു ട്രേഡ് മാർക്ക് ആർക്കാ? അൺകണക്റ്റഡ് പാർട്ടിക്കാ സെയിൽ ചെയ്യുന്നത്, VAR ലിമിറ്റഡിനല്ല. ആ ബിൽഡിംഗ് ആണ് VAR ലിമിറ്റഡിന് സെയിൽ ചെയ്യുന്നത്. അപ്പൊ VAR ലിമിറ്റഡ് നിങ്ങളുടെ ഒരു ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പറാ. സോ ആ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പർ ഒരു ട്രേഡ് മാർക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് 1st May 2025. സോ അത് വിത്തിൻ 12 months ബാക്കിലേക്ക് 12 months. സോ അതിനാൽ തന്നെ നമുക്ക് അങ്ങോട്ട് എന്ത് ചെയ്യാൻ പറ്റും? റോൾ ചെയ്യാം. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് സെക്കൻഡ് അസറ്റ് പർച്ചേസ് ചെയ്തത് എത്രയ്ക്കാ? 40,000 പർച്ചേസ് ചെയ്തിരിക്കുന്നത്. ആ ഒരു കാര്യം പ്രത്യേകം ഓർത്തേക്കാം. നമുക്ക് അത് ന്യൂമറിക്കലി ചെയ്ത് വരാം. ജസ്റ്റ് ഞാൻ പറയും, ഇത് അൺകണക്റ്റഡ് കമ്പനിക്കാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു പോർഷനോട് കഴിഞ്ഞിട്ട് അത് ഡിസ്കഷനിലേക്ക് വരാം. Then other assets, equipment and inventory would be sold to various unconnected companies for market value. This would result in an additional taxable profit 20,000. ഇവര് എക്യുപ്മെന്റും ഇൻവെന്ററി ഒക്കെ വേറൊരു അൺകണക്റ്റഡ് പാർട്ടിക്ക് കൊടുത്തു, അതുവഴി ഒരു പ്രോഫിറ്റ് വന്നു 20,000. ഇതൊരു പ്രോഫിറ്റ് വന്നെങ്കിൽ അതിന്മേൽ നമ്മൾ എന്ത് കൊടുക്കേണ്ടി വരും? കോർപ്പറേഷൻ ടാക്സ് കൊടുക്കേണ്ടി വരും. കമ്പനി ഓൾറെഡി എന്താ ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞത്? അതായത് മെയിൻ റേറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെന്ന് പറഞ്ഞു. മെയിൻ റേറ്റ് ആണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ 25% ആയിരിക്കും കോർപ്പറേഷൻ ടാക്സ് വരിക. ആ ഒരു കാര്യവും പ്രത്യേകം ശ്രദ്ധിച്ചേക്കും. Then receivables would be collected and trade and other payables would be paid. അപ്പം കിട്ടാനുള്ളതെല്ലാം കളക്ട് ചെയ്ത് കൊടുക്കാനുള്ളതെല്ലാം നമ്മൾ കൊടുത്തു. In total, the sale and realization of these assets would result net cash surplus 1,30,000. ഒരു എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങളുടെ കയ്യിൽ ഒരു 1,30,000 ക്യാഷ് സർപ്ലസും ഉണ്ട്. Then അവിടെ നമ്മൾ ഓൾറെഡി നമുക്ക് മറ്റേ ഗുഡ്വില്ല് ക്വാളിഫയിങ് അസറ്റ് അല്ലല്ലോ, അപ്പൊ അതിന് ഇതിങ്ങനെ ഡെഫർ ചെയ്യാൻ പറ്റുമോ? ക്വാളിഫയിങ് അസറ്റ് അല്ലല്ലോ വരിക. ഇത് രണ്ടും ട്രേഡ് മാർക്ക് അല്ലേ? നമ്മള് ഗുഡ്വില്ലല്ലേ മറ്റേ ഇവര് വിറ്റിക്കണേ? അല്ല, ഗുഡ്വില്ലല്ല, രണ്ടും ട്രേഡ് മാർക്ക് തന്നെയാ. അതവിടെ നിൽക്കട്ടെ, രണ്ടും ട്രേഡ് മാർക്കാ. യെസ്,
രണ്ടുപേരുടെയും ട്രേഡ് മാർക്ക്. ഓക്കെ, നീ ചോദിച്ച ഡൗട്ട് ഇതിലേക്കൊന്ന് ക്ലാരിഫിക്കേഷൻ നടത്തുക. ഞാൻ ഓൾറെഡി അവിടെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, ഗുഡ് വില്ല് ക്വാളിഫയിങ് അസറ്റ് അല്ല എന്ന് ഞാൻ അങ്ങ് ജനറലി പറഞ്ഞ, പക്ഷെ നിങ്ങൾക്ക് ഇൻടാഞ്ചിബിൾ റോൾ ഓവർ ലീഫ് അവൈലബിൾ ആണ്, അതിലേക്ക് ഗുഡ് വില്ലും ക്വാളിഫയിങ് ആണ് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ജനറലി ആണ് പറഞ്ഞ, നോർമൽ ഒരു ഫോർമാറ്റ് പ്രകാരമുള്ള റോൾ ഓവർ ലീഫ് ഗുഡ് വില്ലിന് അല്ല എലിജിബിൾ അല്ലെന്നേ ഉള്ളൂ. ബട്ട് ഇൻടാഞ്ചിബിൾ റോൾ ഓവർ ലീഫ് പ്രകാരം ഗുഡ് വില്ലിനും എലിജിബിൾ ആണ്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ബട്ട് ഇവിടെ ഇപ്പം ഗുഡ് വിൽ അല്ല, പക്ഷെ ഗുഡ് വിൽ അല്ലെങ്കിൽ ഓർത്തേക്ക് ഗുഡ് വില്ലിനും ഇൻടാഞ്ചിബിൾ റോൾ ഓവർ ലീഫ് അവൈലബിൾ ആണ്. ഓക്കെ. ദെൻ വാറ്റിന്റെ പാർട്ട്. I agreed to provide advice to R on applying for a group VAT registration and on the VAT implication or the sale of strict building if option 2 is chosen. നമ്മളോട് പറഞ്ഞിരിക്കണ ഓപ്ഷൻ 2 ആണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്കവിടെ ഗ്രൂപ്പ് രജിസ്ട്രേഷനും കാര്യങ്ങളും ഒക്കെ ആപ്ലിക്കബിൾ ആണോ, ദെൻ ഈ ഒരു ബിൽഡിംഗ് സെയിൽ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മുടെ വാറ്റ് ഇംപ്ലിക്കേഷൻ എന്താണ് എന്നൊക്കെയാണ് ചോദിച്ചിരിക്കണേ. നമുക്കതും ഈ ഒരു പാർട്ട് ഒന്ന് ഡിസ്കസ് ചെയ്ത് 1 by 1 ആയിട്ട് പറഞ്ഞു വരാം. Then Rosie asked for my advice on 2 possible strategies to reduce the corporation tax payable by the LARC Limited for group companies. And these strategies are summarized in an email from which it is attached to this memorandum. നമ്മളോട് ഓൾറെഡി പറഞ്ഞിങ്ങനെ കോർപ്പറേഷൻ 2 പോസിബിൾ സ്ട്രാറ്റജീസ്, അതിൽ വിച്ച് വൺ ഈസ് റെഡ്യൂസ്ഡ് കോർപ്പറേഷൻ ടാക്സ് പേബിൾ ഏതിനായിരിക്കും വരിക എന്നുള്ള കാര്യവും മെൻഷൻ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഇത് ഓൾറെഡി രണ്ട് എക്സിബിറ്റ് 2 എക്സിബിറ്റ് 3 ആണ്. നമ്മൾ ആക്ച്വലി മറ്റൊരു പോർഷൻ ആണ് നമ്മൾ നിലവിൽ നോക്കിയത്. ഓക്കെ, സെക്കൻഡ് റിക്വയർമെന്റ്, നമ്മൾ ഫസ്റ്റ് റിക്വയർമെന്റ് സെയിൽ ഓഫ് ഷെയർസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതിൽ തന്നെ സെക്കൻഡ് ഓപ്ഷൻ എക്സ്പ്ലെയിൻ ദ കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻ ഓഫ് STV ലിമിറ്റഡ് ആൻഡ് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാൻഡ് ടാക്സ് ഓൺ സെയിൽ ഓഫ് സ്ട്രിക്ട് ബിൽഡിംഗ്. ഈ ഒരു ബിൽഡിങ്ങുമായിട്ട് സെയിൽ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻ എന്താണ്, ദെൻ അതുപോലെ SDLT ഇംപ്ലിക്കേഷനും എന്താണ്. നമുക്കറിയാം ഈ ബിൽഡിംഗ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നത് ഓൾറെഡി വാർ ലിമിറ്റഡിനാന്ന് പറഞ്ഞു. ഓൾറെഡി ബിൽഡിംഗ് ഇവർ 4,30,000. അപ്പൊ ഇവർ നിങ്ങൾ ഓൾറെഡി പറയേണ്ടത് ഇത്രയാണ്, STV ലിമിറ്റഡ് വാർ ലിമിറ്റഡിനാണ് ഈ ഒരു ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്തത് അല്ലെങ്കിൽ സെയിൽ ചെയ്തത്. STV ലിമിറ്റഡും വാർ ലിമിറ്റഡും ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്. ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിൽ അസറ്റ്സുകൾ ട്രാൻസ്ഫർ ചെയ്താൽ നോ ഗെയിൻ നോ ലോസിലാണ്. സോ അവിടെ 4,30,000 തന്നെയാണ് ഈ ഒരു ബിൽഡിംഗ് ട്രാൻസ്ഫർ ചെയ്യുക. അതിനാൽ തന്നെ അവിടെ ഒരു ഗെയിനോ ലോസോ എറൈസ് ആവുന്നില്ല. അത് ഫസ്റ്റ് പാരഗ്രാഫ്. ദെൻ സെക്കൻഡ് പാരഗ്രാഫിൽ പറയുക, ഓൾറെഡി ഇവിടെ സ്റ്റാമ്പ് ഡ്യൂട്ടി ഓരോ പർച്ചേസിനും സ്റ്റാമ്പ് ഡ്യൂട്ടി ലാൻഡ് ടാക്സ് എറൈസ് ആകും. ബട്ട് ഇവിടെ ഇവർ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സുകൾ തമ്മിലാണ് ട്രാൻസാക്ഷൻസ് എറൈസ് ആയിരിക്കുന്നത്. അതുകൊണ്ട് സ്റ്റാമ്പ് ഡ്യൂട്ടി ലാൻഡ് ടാക്സ് വരില്ല അല്ലെങ്കിൽ എറൈസ് ആവില്ല എന്ന് പറയും. ദെൻ കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ് ചോദിച്ചിട്ടുണ്ട്. അതായത് ഈ ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ്സുമായിട്ട് കാൽക്കുലേറ്റ് ദ ടാക്സബിൾ പ്രോഫിറ്റ് റിലേറ്റിംഗ് സെയിൽ ഓഫ് ഷെയർസ്. നമുക്കറിയാം ഇവിടെ ഒരു 50,000 അസറ്റ് സെയിൽ ചെയ്തിരിക്കുന്നത്. കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ്. എക്സലാണ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സബിൾ പ്രോഫിറ്റ് സെയിൽസ് 50,000 less tax written down value. ടാക്സ് റിട്ടേൺ ഡൗൺ വാല്യൂ നമുക്കറിയാം ഓൾറെഡി നമ്മളിത് 30,000 ആയിരുന്നു പർച്ചേസ് ചെയ്തത്. 30,000 മൈനസ് 3,000 that is 27,000. So 50 minus 27 ആണ് പ്രോഫിറ്റ്. Then defer ചെയ്യാനുള്ളത് lower of sales proceeds, that is 50,000
less cost of second asset, cost of second asset, whichever is lower, that is 40. So here lower amount is 40, less cost of first asset, that is 30,000. Therefore, balance 10,000 is deferred. Deferred 10,000. Then ഇതാണ് taxable trade profit പറയുക. നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ നിലവിൽ 13,000 ടാക്സ് കൊടുത്താൽ മതി. 10,000 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ഡെഫർ ചെയ്യാനായിട്ട് പറ്റി. Clear? Then next requirement, prepare the calculation to show which option would generate the greater amount of post-tax proceeds. രണ്ട് ഓപ്ഷൻ ആ സെയിൽ ഓഫ് ഷെയർസും ദെൻ സെയിൽ ഓഫ് അസറ്റ്സും. ഈ രണ്ട് ഓപ്ഷനിലെ പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ്, അതായത് പ്രൊസീഡ്സ് മൈനസ് ടാക്സ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സോ ഫസ്റ്റ് ഓപ്ഷൻ സെയിൽ ഓഫ് ഷെയർസ്, പ്രൊസീഡ്സ് നമ്മൾ ഓൾറെഡി ഇവിടെ പറഞ്ഞാണ് 9,20,000 ആണ്. $9,20,000 less corporation tax. നമുക്കറിയാം കോർപ്പറേഷൻ ടാക്സ് വരുന്നില്ല. എന്തുകൊണ്ടായിരുന്നു? നമ്മൾ SSC ക്ലെയിം ചെയ്തു, അതുകൊണ്ട് കോർപ്പറേഷൻ ടാക്സ് അറൈസ് ആവുന്നില്ല. ബാലൻസ് ആണ് പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ്. ഇവിടെ നമുക്ക് ടാക്സ് ഒന്നും പോയിട്ടില്ല. $9,20,000 ഇവരുടെ കയ്യിലേക്ക് കിട്ടും. എങ്ങനെ? ഷെയർ ആണ് സെയിൽ ചെയ്യുന്നതെങ്കിൽ. നെക്സ്റ്റ് പാർട്ട് സെയിൽ ഓഫ് അസറ്റ്സ്. സെയിൽ ഓഫ് അസറ്റ്സ്, അതിൽ പ്രൊസീഡ്സ് എന്ന് പറയുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, നമ്മൾ പല അസറ്റ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. അതായത് ബിൽഡിങ്ങിന്റെ മാർക്കറ്റ് വാല്യൂ 700 ആണ്. ബിൽഡിങ് 700,000. then trademark 50,000. then നിങ്ങൾക്കറിയാം ഒരു 1,30,000 നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഒരു പ്രൊസീഡ് വാല്യൂ. കയ്യിലേക്ക് നമ്മൾ ഒരു 1,30,000 അതർ അസറ്റ്സുകളൊക്കെ സെയിൽ ചെയ്ത് ഒരു 1,30,000 നിങ്ങൾ റിസീവ് ചെയ്യുന്നുണ്ട് അതർ അസറ്റ്സിന്റെ പ്രൊസീഡ് വാല്യൂ. ദെൻ ഇതിൽ നിന്നും കോർപ്പറേഷൻ ടാക്സ് ഏതിന്റെയൊക്കെയാ? ഇവിടെ നോക്കിയേ, ഈ അതർ അസറ്റ്സ് സെയിൽ ചെയ്ത് അല്ലെങ്കിൽ എക്യുപ്മെന്റ് ആൻഡ് ഇൻവെന്ററി സെയിൽ ചെയ്ത് നിങ്ങൾക്ക് ഒരു പ്രോഫിറ്റ് വന്നിട്ടുണ്ടെന്നാണ് 20,000. നിങ്ങളുടെ കമ്പനി മെയിൻ റേറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അതിന് 25% ടാക്സ് കൊടുക്കണം. എക്യുപ്മെന്റ് ആൻഡ് ഇൻവെന്ററി $20,000 25%. പിന്നെ ട്രേഡ് പ്രോഫിറ്റ് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടുപിടിച്ച ഇൻടാഞ്ചിബിൾ അസറ്റ് സെയിൽ ചെയ്ത് അതൊരു 13,000 കണ്ടുപിടിച്ച അതിന് 25%. സോ അപ്പൊ ഇത്രയാണ് നമ്മുടെ ടാക്സ് കഴിഞ്ഞിട്ടുള്ള ഫിഗർ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ടാക്സ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫിഗർ ലാർക്ക് ലിമിറ്റഡ് എടുത്തോണ്ട് പോവുകയാണ്. അപ്പൊ ലാർക്ക് ലിമിറ്റഡിന് പിന്നെയും ഇതിപ്പം നമ്മൾ ഓൾറെഡി
STB ലിമിറ്റഡ് അസറ്റ്സുകളെല്ലാം സെയിൽ ചെയ്തു, അതിന്റെ ടാക്സ് കിട്ടിയതാ. അപ്പൊ ലാർക്ക് ലിമിറ്റഡ് എടുത്തോണ്ട് പോവാണെങ്കിൽ ലാർക്ക് ലിമിറ്റഡിന് പിന്നെ ടാക്സ് വല്ലതും വരുന്നുണ്ടോ? ഒരിക്കലും ഇല്ല. റീസൺ എന്തുകൊണ്ടാ? ഓൾറെഡി ലാർക്ക് ലിമിറ്റഡ് അത് ഡിവിഡന്റിന്റെ ഫോമിൽ എടുത്തോണ്ട് പോകുന്നത്. ഡിവിഡന്റ് ഫോമിൽ എടുത്തോണ്ട് പോകുന്നത് കൊണ്ട് തന്നെ അത് എക്സംഡ് ആണ്, ഡിവിഡന്റ് എക്സംഡ് ആണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് കോർപ്പറേഷൻ ടാക്സ് ഒന്നും വരുന്നില്ല. ഇവിടെ ജസ്റ്റ് എഴുതുക STB ലിമിറ്റഡ് പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് paid as dividend to Lark. STB Limited's post tax proceeds paid to Lark Limited, paid as dividend to Lark Limited. Then ഇതിൽ നിന്നും കോർപ്പറേഷൻ ടാക്സ്. കോർപ്പറേഷൻ ടാക്സ് നമുക്കറിയാം ഡിവിഡന്റ് ആയതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും ഇല്ല, 0. സോ ആഫ്റ്റർ ടാക്സ് പ്രൊസീഡ്സ് എന്ന് പറയുന്നത് 8,71,250 തന്നെയാണ് പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ് എന്ന് പറയാം. ഇനി വിച്ച് വൺ ഈസ് ബെറ്റർ എന്ന് ചോദിച്ചാൽ ഇവിടെ 8,71,750 മറ്റേത് നമുക്ക് 9,20,000 കിട്ടുമ്പം നമുക്ക് എന്തായാലും ക്ലിയർ ആയിട്ട് അറിയാം 9,20,000 ആണ് ബെറ്റർ എന്നുള്ളത്. ജസ്റ്റ് ഒരു സെന്റൻസ് വിട്ട് എഴുതിയേക്കാം. ഓപ്ഷൻ 1 വുഡ് ജനറേറ്റ് ദ ഗ്രേറ്റർ എമൗണ്ട് ഓഫ് പോസ്റ്റ് ടാക്സ് പ്രൊസീഡ്സ്. Option 1 generate the greater amount of post tax proceeds. ഇനി നമ്മളോട് ഒരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് ഇവിടെ, അഡീഷണൽ മാറ്റേഴ്സ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. എന്തൊക്കെ അഡീഷണൽ മാറ്റേഴ്സ് ആയിരിക്കാം നമ്മൾ ശ്രദ്ധിക്കുക? എന്തൊക്കെ അഡീഷണൽ മാറ്റേഴ്സ്? അപ്പം ഓപ്ഷൻ 1 സെയിൽ ഓഫ് ഷെയർസ് ആയാലും സെയിൽ ഓഫ് അസറ്റ്സ് ആയാലും എന്തൊക്കെ കാര്യങ്ങളായിരിക്കാം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? സെയിൽ ഓഫ് ഷെയർസിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് നമ്മളിപ്പോ പറഞ്ഞ കാര്യങ്ങളല്ല, അല്ലാണ്ട് എന്തൊക്കെയാണ് റോസി ശ്രദ്ധിക്കേണ്ടതെന്ന ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പം ഈ ഷെയറുകൾ സെയിൽ ചെയ്യുക എന്ന് പറയുമ്പോൾ STB ലിമിറ്റഡിന്റെ കയ്യിലിരിക്കുന്ന ഈ ബിൽഡിങ്ങുമായിട്ടാ STB ലിമിറ്റഡ് ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്ത് പോകുന്നത്. ഇപ്പം STB ലിമിറ്റഡ് ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്ത് പോകുമ്പോൾ ഈ ഷെയറുകൾ സെയിൽ ചെയ്താൽ പിന്നെ വാർ ലിമിറ്റഡ് ഏതായാലും ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഇട്ടിരിക്കുക. വാർ ലിമിറ്റഡ് ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതൊരു ഔട്ട്സൈഡ് പാർട്ടിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ 700,000 മാർക്കറ്റിൽ വാല്യൂ ഉണ്ട്. ബട്ട് അതേസമയം STB ലിമിറ്റഡിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ എന്തെന്ന് പറയാം, അത് നോ ഗെയിൻ നോ ലോസ് വഴി കളക്ട് ചെയ്യാം. അപ്പൊ അതാണ് അവിടെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഓൾറെഡി ഒരു ഡിസഡ്വാൻറ്റേജ് ഗ്രൂപ്പിൽ നിന്ന് ലീവ് ചെയ്ത് പോയ തേർഡ് പാർട്ടിയിൽ നിന്ന് അല്ല അൺകണക്റ്റഡ് പാർട്ടിയിൽ നിന്ന് 700,000. ജസ്റ്റ് പറയാം അവിടെ ഓൾറെഡി ലാർക്ക് ലിമിറ്റഡ് STB ലിമിറ്റഡിന്റെ ഷെയർ സെയിൽ ചെയ്താൽ STB ലിമിറ്റഡ് ഗ്രൂപ്പിൽ നിന്ന് പോവുക ഈ ഒരു ബിൽഡിങ്ങുമായിട്ടാണ്. സോ ഓട്ടോമാറ്റിക്കലി വാർ ലിമിറ്റഡ് ഒരു ഔട്ട്സൈഡ് അൺകണക്റ്റഡ് പാർട്ടിയിൽ നിന്ന് ഒരു ബിൽഡിംഗ് പർച്ചേസ് ചെയ്യേണ്ടി വരും. സോ മാർക്കറ്റിൽ അപ്പോൾ 700,000 ആണ് വാല്യൂ, അത്രയും ക്യാഷ് ഔട്ട്ഫ്ലോ വരും. ഇത് STB ലിമിറ്റഡിലായിരുന്നു പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നോ ഗെയിൻ നോ ലോസ് വഴി ഈ ഒരു അസറ്റ് പർച്ചേസ് ചെയ്യാമായിരുന്നു. അത്രയാണ് അവിടെ ഫസ്റ്റ് പാർട്ടില്. പിന്നെ അസറ്റ്സുകൾ സെയിൽ ചെയ്യുന്ന കേസ്, ഇത് സെയിൽ ഓഫ് ഷെയറിന്റെ പോയിന്റ് ഓഫ് വ്യൂ. ഇനി അസറ്റ്സുകൾ സെയിൽ ചെയ്യുവാണെങ്കിൽ അസറ്റ്സുകൾ സെയിൽ ചെയ്യുന്ന കേസിലും ഇനി ഇവിടെ നമ്മൾ ബിൽഡിങ്, അപ്പം ബിൽഡിങ് നമ്മൾ വാർ ലിമിറ്റഡിനാണ് സെയിൽ ചെയ്യുന്നത് അല്ലെ. വാർ ലിമിറ്റഡിന് സെയിൽ ചെയ്യുന്നത് കൊണ്ട് ഓൾറെഡി ഇവർ ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആണ്, ശരിയാ. അവിടെ നോ ഗെയിൻ നോ ലോസ് ആയി. നോ ഗെയിൻ നോ ലോസ് ആയി എന്ന് പറയുമ്പോൾ നമ്മുടെ STB ലിമിറ്റഡ് ഏത് വാല്യൂവിനാണോ പർച്ചേസ് ചെയ്തത്, STB ലിമിറ്റഡ് ഏത് വാല്യൂവിനാണോ പർച്ചേസ് ചെയ്തേ അതേ വാല്യൂ തന്നെ ആയിരിക്കും ആരുടെയും ബേസ് കോസ്റ്റ് എന്ന് പറയുക, വാർ ലിമിറ്റഡ്. കാരണം ഇവർ നോ ഗെയിൻ നോ ലോസ് വഴി ചെയ്യണമല്ലോ. സോ അപ്പൊ വാർ ലിമിറ്റഡിന്റെ ബേസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ സെയിം എമൗണ്ട് ആയിരിക്കാം ബേസ് കോസ്റ്റ് എന്ന് പറയും. സോ അതിനാൽ തന്നെ ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യുമ്പോൾ
വാർ ലിമിറ്റഡിന്റെ ബേസ് കോസ്റ്റ് ഔട്ട്സൈഡറിൽ നിന്ന് വാങ്ങിച്ചിരുന്നെങ്കിൽ അവിടെ ഓൾറെഡി 700,000 കോസ്റ്റ്, കാരണം മാർക്കറ്റ് വാല്യൂ 700 ഉണ്ട്. സോ അതിനാൽ തന്നെ കോസ്റ്റ് 700 വരുമായിരുന്നു. ബട്ട് ഇത് ക്യാപിറ്റൽ ഗെയിൻ ഗ്രൂപ്പ് മെമ്പറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് 4,30,000 ആയിരിക്കും ബേസ് കോസ്റ്റ് വരിക. ഓട്ടോമാറ്റിക്കലി ഗെയിൻ ഇൻക്രീസ് ആകും. അതുപോലെ തന്നെ ആ ഇയറിലെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റിയും ഇൻക്രീസ് ആകും. അത് ബിൽഡിങ്ങിന്റെ പോയിന്റ് ഓഫ് വ്യൂല്. അനദർ ഒരു കേസ് എന്ന് പറയുന്നത്, നമ്മളൊരു ഇൻടാഞ്ചിബിൾ അസറ്റ് സെയിൽ ചെയ്തു. ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് സെയിൽ ചെയ്തു, ബട്ട് ഇവിടെ STB നമ്മൾ അൺകണക്റ്റഡ് പാർട്ടിക്കാണ് സെയിൽ ചെയ്തത്. ബട്ട് നമ്മുടെ വാർ ലിമിറ്റഡ് ആ ഒരു ടൈം പീരീഡിൽ ഓൾറെഡി ഒരു ഇൻടാഞ്ചിബിൾ അസറ്റ് പർച്ചേസ് ചെയ്തിരുന്നു. സോ അപ്പൊ നമ്മൾ ടാക്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഇവിടെ ഇന്ന് കിട്ടിയ പ്രോഫിറ്റ് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്തു? ഡെഫർ ചെയ്തു അല്ലെ? സോ ആ ഡെഫർ ചെയ്തത് കൊണ്ട് തന്നെ ഇൻ ഫ്യൂച്ചറിൽ വാർ ലിമിറ്റഡ് ഈ ഇൻടാഞ്ചിബിൾ അസറ്റ് സെയിൽ ചെയ്യുമ്പോൾ അവിടെ അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ആയി മാറും. അതിന്റെ കോസ്റ്റ് റെഡ്യൂസ് ആവുക എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചറിൽ വാർ ലിമിറ്റഡിന് എന്ത് റൈസ് ആകും? ചാർജബിൾ ഗെയിൻ റൈസ് ആകും, മീൻസ് ഇൻക്രീസ് ആകും. 10,000 കൂടെ ചാർജബിൾ ഗെയിൻ ഇൻക്രീസ് ആകും. സോ അതുവഴി നമുക്ക് എന്തായിരിക്കും? കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി ഇൻക്രീസ് ആകും. ഇത്രയും കാര്യങ്ങളാണ് അവിടെ അഡീഷണൽ മാറ്റേഴ്സ് ശ്രദ്ധിക്കാനുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിച്ചേക്കാം. ദെൻ നമ്മുടെ വാറ്റുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, explain which of the companies in the LARC Limited group could be included in the VAT group registration. ഓൾറെഡി ഇവര് പ്ലാൻ ചെയ്യുന്ന 1st May 26 ശേഷം ഓൾറെഡി വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാനാണ്. 1st May 26 ആഫ്റ്റർ 1st May 26 ആഫ്റ്റർ 1st May 26 ഓൾറെഡി നമ്മൾ STB ലിമിറ്റഡിനെ സെയിൽ ചെയ്ത് പോയി. സെയിൽ ചെയ്യുവോ അല്ലെങ്കിൽ ട്രേഡ് സീസ് ചെയ്യുവോ എന്തെങ്കിലും ചെയ്തു എന്ന് 31st March 26. അതിനാൽ തന്നെ STB ലിമിറ്റഡ് ഈ ഗ്രൂപ്പിലേക്ക് വരില്ല. അത് പ്രത്യേകം ഓർക്കണം. പിന്നെ ഓർക്കേണ്ടത് നമ്മുടെ ലാർക്ക് ലിമിറ്റഡിന്റെ കേസാണ്. വാറ്റ് ഗ്രൂപ്പിൽ അവിടെ വാറ്റ് ഗ്രൂപ്പിന്റെ കണ്ടീഷൻ നിങ്ങൾ പറയണം. എന്തായിരുന്നു വാറ്റ് ഗ്രൂപ്പിന്റെ കണ്ടീഷൻ? ഡയറക്ട്ലി ഹോൾഡിംഗ് മോർ ദാൻ 50% ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ അതൊരു UK റെസിഡന്റ് കമ്പനീസ് ആയിരിക്കണം. സോ അങ്ങനെയെങ്കിൽ നമുക്ക് അവിടെ ഒരു വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാം. ഡയറക്റ്റ് ഹോൾഡിംഗ് മോർ ദാൻ 50%, അതുപോലെ തന്നെ ഓൾറെഡി നമ്മളൊരു UK റെസിഡന്റ് കമ്പനീസും ആണെങ്കിൽ, UK രജിസ്റ്റേർഡ് പേഴ്സണും ആണെങ്കിൽ നമുക്ക് നോർമൽ കേസിൽ ഒരു വാറ്റ് ഗ്രൂപ്പ് ഫോം ചെയ്യാം. അത് ആദ്യമേ ഡെഫിനിഷൻ പറയുക, എന്നിട്ടാണ് പറയേണ്ടത് STB ലിമിറ്റഡ് ഓൾറെഡി ഗ്രൂപ്പിൽ നിന്ന് 31st March 26 ലീവ് ചെയ്തു പോയി. സോ STB ലിമിറ്റഡ് വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആവില്ല. ദെൻ പറയേണ്ടത് ഒരു ഓവർസീസ് കമ്പനിയും വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആവില്ല. സോ അപ്പൊ നമ്മൾ നോർമൽ കേസിൽ വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക ലാർക്ക്, ദെൻ 10 ലിമിറ്റഡ്, അതുപോലെ തന്നെ വാർ ലിമിറ്റഡ്, ഇങ്ങനെ 3 കമ്പനീസ് ആയിരിക്കും വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആവുക. അതായത് നമ്മളോട് ചോദിച്ചിരുന്നത് വാറ്റ് ഗ്രൂപ്പിൽ ആരൊക്കെ മെമ്പർ ആവും. അപ്പൊ എന്താണ് വാറ്റ് ഗ്രൂപ്പ് എന്നുള്ളത് ഡെഫിനിഷൻ പറയണം. ഡയറക്ട്ലി ഹോൾഡിംഗ് മോർ ദാൻ 50%. ഡയറക്ട്ലി ഹോൾഡിംഗ് എന്ന് പറയുമ്പോൾ മാനേജ്മെന്റ് ആൻഡ് അസറ്റ്സിൽ കൺട്രോൾ ഉണ്ടായിരിക്കുക. ദെൻ അതുപോലെ തന്നെ എന്താ പറയേണ്ടത്? നോൺ UK റെസിഡന്റ് അല്ലെങ്കിൽ UK റെസിഡന്റ് കമ്പനീസിന് മാത്രമേ വാറ്റ് ഗ്രൂപ്പിൽ മെമ്പർ ആകാൻ എലിജിബിൾ ഉള്ളൂ. പിന്നെ ഏതൊക്കെ കമ്പനീസ് ആണ് മെമ്പേഴ്സ് എന്നും പറയാം. ദെൻ റിക്വയർമെന്റ് കംപ്ലീറ്റ് ആയില്ല. അവിടെ നമ്മൾ അസറ്റ്സ് ബിൽഡിംഗ് സെയിൽ ചെയ്യുന്നതിന്റെ വാറ്റ് ഇംപ്ലിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. ബിൽഡിംഗ് സെയിൽ ചെയ്യുന്നതിന്റെ ഏതൊക്കെയായിരുന്നു? Respect of both options set out, ഗോയിങ് കൺസേൺ ആണോ ബിൽഡിംഗ് സെയിൽ ചെയ്യുക? എങ്ങനെയായിരിക്കും ഗോയിങ് കൺസേണിന്റെ കണ്ടീഷൻ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഗോയിങ് കൺസേൺ, നമ്മൾ ഗോയിങ് കൺസേൺ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഓൾ അസറ്റ്സ് അല്ലെ, എല്ലാ അസറ്റ്സുകളും നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം, എങ്കിൽ മാത്രമേ ഗോയിങ് കൺസേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. ഇവിടെ ഓൾറെഡി ഇവര് ഡിഫറെന്റ് അസറ്റ്സ് ഡിഫറെന്റ് പേഴ്സൺ ആ സെയിൽ ചെയ്യുന്നത്. ഇതിൽ ആകെ ഒരു ഈ പറയുന്ന സ്ട്രിക്ട് ബിൽഡിങ് മാത്രമേ ആർക്ക് സെയിൽ ചെയ്യുന്നുള്ളൂ? വാർ ലിമിറ്റഡിന് സെയിൽ ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാ അസറ്റ്സുകളും ഡിഫറെന്റ് പാർട്ടീസിനെ സെയിൽ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഓൾറെഡി പറയുക ഇവിടെ ഈ ഒരു ബിൽഡിങ് മാത്രമേ ഈ ഒരു വാർ ലിമിറ്റഡിന് സെയിൽ ചെയ്തുള്ളൂ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്തുള്ളൂ. അതിനാൽ തന്നെ ഇതൊരു ഇൻഡിവിജ്വൽ അസറ്റ്സ് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് ഇതൊരു ഗോയിങ് കൺസേൺ ആയിട്ട്, സിംഗിൾ അസറ്റ് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് ഗോയിങ് കൺസേൺ ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുക.
പിന്നെ നമ്മൾ നോർമൽ കേസിൽ പറയേണ്ടത്, അപ്പൊ അതുകൊണ്ട് എന്തായാലും അപ്പൊ അങ്ങനെ ഗോയിങ് കൺസേൺ ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യില്ലാത്തത് കൊണ്ട് തന്നെ ഇവർക്ക് എന്ത് റൈസ് ആകും? വാറ്റ് ഓൾറെഡി ചാർജ് ആകും. ഇങ്ങനെ ഒരു ഡിസ്പോസൽ നടന്നതിന് ഓൾറെഡി നമുക്ക് വാറ്റ് ചാർജ് ആകും. പിന്നെ ഇവര് ഓൾറെഡി ബിൽഡിംഗ് പർച്ചേസ് ചെയ്തിട്ട് ഇവിടെ ഇപ്പൊ മോർ ദാൻ 3 years ആയി അല്ലെ. നമ്മൾ ഓൾറെഡി പറയേണ്ടത് ഇവര് നോർമൽ കേസിൽ ഓപ്റ്റ് ടു ടാക്സ്. രണ്ട് ഓപ്ഷനാണ്. നമ്മൾ ഈ ഒരു ബിൽഡിങ്ങിന് വാറ്റ് ചാർജ് ചെയ്യോ ഇല്ലയോ എന്ന് ഡിസൈഡ് ചെയ്യുക. വെദർ ഇറ്റ് ഈസ് ഇലക്റ്റഡ് ഓപ്റ്റ് ടു ടാക്സ് ഓർ നോട്ട് ടു ഓപ്റ്റ് ടു ടാക്സ് വരും. ഓപ്റ്റ് ടു ടാക്സ് ആണെങ്കിൽ നമുക്കറിയാം നോർമൽ കേസിൽ നമ്മൾ ഏതിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഒരു സ്റ്റാൻഡേർഡ് റേറ്റിൽ വാറ്റ് നമ്മൾ പേ ചെയ്യണം. സോ ഇൻ ഫ്യൂച്ചറിൽ സെയിൽ ചെയ്യുമ്പോഴോ അത് നമുക്ക് എന്നുള്ള രീതിയിലേക്ക് അപ്പൊ സെയിൽ ചെയ്യുവാണ്. സോ അതുകൊണ്ട് ഓപ്റ്റ് ടു ടാക്സ് ക്ലെയിം ചെയ്ത ഒരു ബിൽഡിംഗ് ആണ് നമ്മൾ സെയിൽ ചെയ്തിരിക്കുന്നതെങ്കിൽ സ്റ്റാൻഡേർഡ് റേറ്റ് ആയി 20% വാറ്റ് ചാർജബിൾ ആയിരിക്കും. ദെൻ അടുത്തത് നമ്മൾ നോട്ട് ഓപ്റ്റ് ടു ടാക്സ്. നോട്ട് ഓപ്റ്റ് ടു ടാക്സ് ആണെങ്കിൽ പറയുക ഈ ഒരു ബിൽഡിംഗ് സെയിൽ ചെയ്തിട്ട് മോർ ദാൻ 3 years ആയി. മോർ ദാൻ 3 years ആയതുകൊണ്ട് ഇത് നമുക്ക് എക്സംപ്റ്റ് ആണ്, നോ ടാക്സ് എന്നുള്ള രീതിയിലും മെൻഷൻ ചെയ്യാം. Then reducing the corporation tax payable by the group companies. Exhibit 2. Explain the corporation tax implication for LARC Limited of adopting the pricing strategy suggested by R. I have reviewed this strategy and concluded that it would fall within the general anti-avoidance rules. That means GAR, distinguish between the tax evasion and tax avoidance. The pure ethics question 5 mark in എല്ലാ സെഷനിലും ടാക്സ് ഇവേഷൻ എന്താണ്, ടാക്സ് അവോയ്ഡൻസ് എന്താന്നൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് അറിയാം. നിർബന്ധമായിട്ട് അതെല്ലാം ബൈഹാർട്ട് ചെയ്തോണം. ഗാർ ഇതെല്ലാം എത്തിക്സിന്റെ ചാപ്റ്റർ ആണ്. ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇല്ലീഗലി അല്ലെ, നമ്മൾ ഇല്ലീഗലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, നമ്മളെ നോർമൽ കേസിൽ ചിലപ്പോൾ ഫാൾസ് ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പറയുന്നു, അല്ലെങ്കിൽ വിത്ത് ഹോൾഡിങ് ഇൻഫർമേഷൻ, അതൊക്കെ പേരിൽ നമ്മൾ അതാണ് നമ്മൾ അൺലോഫുൾ ആണ് എന്നുള്ളതാണ് നമ്മൾ പറയുക. ഇല്ലീഗൽ എന്ന് വേണമെങ്കിൽ പറയാം. അതാണ് എന്തെന്ന് പറയുക, നമ്മുടെ ടാക്സ് ഇവേഷൻ എന്ന് പറയുക. ബട്ട് അതേസമയം ടാക്സ് അവോയ്ഡൻസ് എന്ന് പറയുക നമ്മൾ ലീഗലി മാക്സിമം എങ്ങനെ ടാക്സ് റെഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ടാക്സ് ഇവേഷൻ എന്ന് പറയുക. ഗാർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നോർമൽ കേസിൽ ഇപ്പോൾ നമ്മൾ ടാക്സ് അതോറിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂ ചിന്തിച്ചാൽ നമ്മൾ കാര്യം പറഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ലീഗലി ആണ് ചെയ്യുന്നത്. ടാക്സ് അവോയ്ഡൻസ് എല്ലാം ലീഗലി പ്രോപ്പറായിട്ടാണ് ചെയ്യുന്നത്. അങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്താലും വളരെ റെയർ സിറ്റുവേഷനിലൊക്കെ ഒത്തിരി ഹ്യൂജ് ടാക്സ് റിഡക്ഷൻ റിലീഫ് നമുക്ക് കിട്ടും. നമുക്കൊരു ഹ്യൂജ് ടാക്സ് റിഡക്ഷൻ കിട്ടുമെന്ന് പറയുമ്പോൾ ടാക്സ് അതോറിറ്റിയുടെ പോയിന്റ് ഓഫ് വ്യൂല് അത് ഒരു നഷ്ടം അല്ലെ നമ്മുടെ കയ്യിൽ നിന്ന്. കാര്യം പറഞ്ഞാൽ ലീഗലി എല്ലാം ചെയ്യുന്നെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന്റെ പേരിൽ നമുക്ക് മീൻസ് ടാക്സ് അതോറിറ്റിക്ക് ഒരു നഷ്ടം വരും. അപ്പൊ അതിൽ കുറച്ച് റെസ്ട്രിക്ഷൻ കാര്യങ്ങളൊക്കെയാണ് ഈ ഗാറിൽ മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത്. ഓവറായിട്ട് ടാക്സ് അവോയ്ഡൻസും കാര്യങ്ങളൊക്കെ നടത്തുന്നതിന്റെ പേരിലുള്ള ഒരു റെസ്ട്രിക്ഷൻ അല്ലെങ്കിൽ അതിന്റെ ഒരു കാര്യങ്ങളാണ് നമ്മൾ ഗാറിൽ മെൻഷൻ ചെയ്യുക. അടുത്തത് എക്സിബിറ്റ് 3 ആണ്. എക്സിബിറ്റ് 2 അപ്പൊ സിനാരിയോയിൽ പറയുന്നത് I have been looking for ways to reduce the corporation tax payable by the group, and I set out below 2 strategies which have come to my attention, and I would be interested to hear your views. I would emphasize that you would expect the group would never do anything illegal or attempt to conceal the actions of the companies in any way. ഓൾറെഡി നമ്മൾ ഇല്ലീഗൽ ആയിട്ടാണോ മാറ്റേഴ്സും കാര്യങ്ങളൊക്കെ സപ്രസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. And LARC Limited buys some of the components its uses from URB. URB എവിടെയാന്ന് ഓർത്തോണം, ഓവർസീസിലാണ്. And the price currently charged by URB company to LARC Limited is the same as which would be charged by an independent third party. If LARC Limited were to pay higher price for these components, its profits and therefore its corporation tax liability would be reduced. Already ഇങ്ങനെ LARC Limitedന്റെ പോയിന്റ് ഓഫ് വ്യൂല് ലാർക്ക് ലിമിറ്റഡിനോട് URB ഹയർ പ്രൈസ് ചാർജ് ചെയ്യുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലി ലാർക്ക് ലിമിറ്റഡിന്റെ കോർപ്പറേഷൻ ടാക്സ് ലയബിലിറ്റി റെഡ്യൂസ് ആവും. The profit of URB company would increase, but as you know, the rate of corporation tax in the country of Limra is lower than the main rate, and said that the corporation tax payable by the group would be reduced. Suggestion ആണ് ചോദിച്ചിരിക്കുന്നത്.
A business advisor has suggested a strategy to reduce the group corporation tax payable. It would involve Lark Limited making payments to VAR, which would result in the tax reduction for Lark Limited, but would not give rise to a taxable income of VAR. You would need to incorporate the new subsidiary companies, which would enter into a number of interrelated contracts with LAR. There should then be a series of payments and repayments by companies involved. ഇവിടെ ഓൾറെഡി നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത് explain the corporation tax implication for Lark Limited Group of adopting pricing strategy by R. ഇവിടെ ഒരു കോർപ്പറേഷൻ ഇംപ്ലിക്കേഷൻ എന്താണ് വരുന്നത്, പ്രൈസിങ് സ്ട്രാറ്റജി അഡോപ്റ്റ് ചെയ്തതിന്റെ പേരിലുള്ള കോർപ്പറേഷൻ ടാക്സ് ഇംപ്ലിക്കേഷൻ എന്താണെന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം ഇവിടെ ലാർക്ക് ലിമിറ്റഡും URB ഒരു 100% അക്യൂർ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാല് ഇവര് കണക്റ്റഡ് പാർട്ടിയാണ്. പൊതുവെ ഒരു റൂള് കണക്റ്റഡ് പാർട്ടീസുകൾ തമ്മിലാണ് ഒരു ട്രാൻസാക്ഷൻസ് നടത്തിയിരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ട്രാൻസ്ഫർ പ്രൈസിങ് റൂൾസ് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആംസ് ലെങ്തിലായിരിക്കണം എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഓൾറെഡി പറയുക ലാർക്ക് ലിമിറ്റഡ് ആൻഡ് URB ബോത്ത് ആർ കണക്റ്റഡ് കമ്പനീസ്. സോ അപ്പൊ നമ്മൾ ഓൾറെഡി ട്രാൻസ്ഫർ പ്രൈസിങ് റൂൾസ് അപ്ലൈ ചെയ്യണം. ട്രാൻസ്ഫർ പ്രൈസിങ് റൂൾസ് അപ്ലൈ ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മുടെ നോർമൽ കേസിൽ ആംസ് ലെങ്ത് ആയിരിക്കും ട്രാൻസാക്ഷൻ എന്ന് പറയുക. പിന്നെ നമ്മൾ ഓൾറെഡി പറയേണ്ടത് ലാർക്ക് ലിമിറ്റഡ് ലാർജ് ആണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി അത് മീഡിയം സൈസ് കമ്പനി ആണെങ്കിൽ നമ്മളെ നോർമൽ കേസിൽ പിന്നെ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് നോൺ ക്വാളിഫയിങ് ടെറിട്ടറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആണോ എന്നുള്ളതാണ്. ഇങ്ങനെ നോൺ ക്വാളിഫയിങ് ടെറിട്ടറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കമ്പനി ആയിട്ടാണോ നമ്മൾ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്നത്? യെസ്, അതെ. എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയേ? അതായത് URB ഒരു ഓവർസീസ് റെസിഡന്റ് കമ്പനിയാണ്. URB ഒരു ഓവർസീസ് റെസിഡന്റ് കമ്പനിയാണ്. പിന്നീട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഓവർസീസ് ആണ്. പിന്നെ പറഞ്ഞിരിക്കുന്നത് നോ ഡബിൾ ടാക്സ് ട്രീറ്റി ബിറ്റ്വീൻ ദ UK ആൻഡ് ലിബ്രോ. അവിടെ കണ്ടീഷൻ പറയുന്നത് അതൊരു നോൺ UK റെസിഡന്റ് ആയിരിക്കണം. നോ DTR ലീഫ് എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള കൺട്രീസുകൾ അത് നോൺ ക്വാളിഫയിങ് ടെറിട്ടറിയിലാണ്, ഇൻക്ലൂഡഡ് ആണ്. സോ നോൺ ക്വാളിഫയിങ് ടെറിട്ടറിയിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു കൺട്രി ആയിട്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കമ്പനീസുകളുമായിട്ട് നമ്മൾ ഓൾറെഡി ചെയ്യേണ്ടത് ആംസ് ലെങ്ത് ആയിരിക്കണം, അല്ലെങ്കിൽ ട്രാൻസ്ഫർ പ്രൈസിങ് റൂൾസ് അപ്ലൈ ചെയ്യണം എന്നാണ്. സോ അപ്പൊ ട്രാൻസ്ഫർ പ്രൈസിങ് റൂൾസ് നമ്മൾ ഓട്ടോമാറ്റിക്കലി അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്തായിരിക്കും ടാക്സ് എറൈസ് നമ്മൾ നോർമൽ കേസിൽ എല്ലാ കാര്യങ്ങളും പ്രോപ്പർ വേയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വേ എന്ന് പറഞ്ഞാൽ URB ഇപ്പം ഇവിടെ ഹൈ റേറ്റിനാണ് ചാർജ് ചെയ്യുക. സോ എന്ന് പറഞ്ഞാൽ ലാർക്ക് ലിമിറ്റഡിന്റെ പർച്ചേസ് കോസ്റ്റ് ആയിട്ട് അത് റെക്കോർഡ് ചെയ്യുക. ദെൻ അതുപോലെ തന്നെ URBയുടെ സെയിൽസ് എത്രയ്ക്കാണോ സെയിൽ ചെയ്യുന്നത് അത് തന്നെ റെക്കോർഡ് കാണിക്കുക. ആംസ് ലെങ്ത് ട്രാൻസാക്ഷൻ ആയിരിക്കണം. ദാറ്റ് മീൻസ് അൺകണക്റ്റഡ് പാർട്ടിക്ക് എങ്ങനെയാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുക ആ ഒരു വേയിൽ തന്നെ ആയിരിക്കണം ട്രാൻസാക്ഷൻസ് നടത്തുക. സോ അതാണ് ഫസ്റ്റ് പാർട്ടി പറയേണ്ടത്. അതൊരു 4 മാർക്ക്, അതിൽ കൂടുതൽ അവിടെ പറയാനില്ല. ദെൻ സെക്കൻഡ് പാർട്ട് ആക്ച്വലി ഞാൻ പറഞ്ഞു പ്യുവർ എത്തിക്സ് ആണ്. ടാക്സ് അവോയ്ഡൻസ് എന്താന്ന് പറയുക, ടാക്സ് ഇവേഷൻസ് എന്താന്ന് പറയുക, ദെൻ ഗാറിന്റെ കാര്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഗാർ എന്താന്ന് പറഞ്ഞിട്ട് നമ്മൾ ഓൾറെഡി ഓർക്കണം, നമ്മൾ ടാക്സ് അവോയ്ഡൻസ് എന്ന് പറഞ്ഞ കാര്യം പറഞ്ഞാൽ എല്ലാം ലീഗലി ആണ് അല്ലെ, അൺലോഫുൾ ഒന്നും ഇല്ല, എല്ലാം ലോഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുക. ബട്ട് ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചോ സിനാരിയോയില് ഇവര് STV ലിമിറ്റഡ് ലാർക്ക് ലിമിറ്റഡ് ഓൾറെഡി ഒരു ഔട്ട്സൈഡർ കാര്യം കണക്റ്റഡ് ആണ്, ഔട്ട്സൈഡ് കമ്പനിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. അവർ ഹൈ പർച്ചേസ് ചാർജ് ചെയ്തു. സോ എന്ന് പറഞ്ഞാൽ ലാർക്ക് ലിമിറ്റഡിന്റെ ഓൾറെഡി നമ്മൾ കണ്ടുപിടിക്കുമ്പോൾ ടാക്സ് അഡ്ജസ്റ്റഡ് ട്രേഡിംഗ് പ്രോഫിറ്റ് ഒക്കെ കണ്ടുപിടിക്കുമ്പോൾ ഓൾറെഡി കോസ്റ്റ് എന്ന് പറയുന്നത് ഓൾറെഡി ഒരു ഹൈ വാല്യൂ ആണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ പ്രോഫിറ്റ് എന്തായിട്ടിരിക്കും? കുറഞ്ഞിരിക്കും. ഇവരുടെ പ്രോഫിറ്റ് കുറഞ്ഞിരുന്നു കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ കോസ്റ്റ് കുറയ്ക്കുന്നത് കൊണ്ട് ഓൾറെഡി പ്രോഫിറ്റ് കുറയും. പ്രോഫിറ്റ് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി കോർപ്പറേഷൻ ടാക്സ് പേബിൾ വളരെ കുറവായിരിക്കും. ആർക്ക്? ലാർക്ക് ലിമിറ്റഡ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും അത് എഫക്റ്റ് എല്ലാം സെയിം അല്ലേ, നമ്മള് URBയും ലാർക്കും അവർ കണക്റ്റഡ് ആണല്ലോ, സോ അപ്പം ഓട്ടോമാറ്റിക്കലി എഫക്റ്റ് എല്ലാം സെയിം അല്ലേ? ഈ കേസിൽ സെയിം അല്ല. കാരണം URB ഒരു ഓവർസീസ് റെസിഡന്റ് കമ്പനിയാണ്. URB സെയിൽ എമൗണ്ട് ഹൈ വാല്യൂ കാണിച്ചാലും അതിന്റെ പ്രോഫിറ്റ് കൂടിയിരുന്നാലും അത് എവിടെ കിട്ടുള്ളൂ? ഓവർസീസിലേ കിട്ടുള്ളൂ. ഓവർസീസിലെ ടാക്സ് റേറ്റ് കുറവുമാണ്, അത് ഓവർസീസിലേ കിട്ടത്തുള്ളൂ. അപ്പൊ ഇതെല്ലാം നമ്മൾ ഓൾറെഡി ചെയ്യുന്നത് ലീഗലി ആണോ എന്ന് ചോദിച്ചാൽ ലീഗലിയാ. പേയ്മെന്റ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ലീഗലിയാ ചെയ്യുന്നത്. ബട്ട് ഇങ്ങനെ ലീഗലി ചെയ്യുമ്പോഴും
UK ഗവൺമെന്റ് പോയിന്റ് ഓഫ് വ്യൂ എന്തായിരിക്കും? ടാക്സ് ഡിഡക്ഷൻസ് വരും. നമ്മൾ ഓൾറെഡി പറയണം ഇവിടെ ഗാർ ഇവിടെ ഒരു ആപ്ലിക്കബിൾ ആകുന്നത് നമ്മൾ ഹ്യൂജ് വാല്യൂ ഓഫ് പർച്ചേസ് ഡിഡക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കോർപ്പറേഷൻ ടാക്സ് റെഡ്യൂസ് ആകുന്നു ഏത് ഇവിടെ UK-യില്. ബട്ട് ഓവർസീസ് കമ്പനിയിലാണ് പ്രോഫിറ്റ് കൂടുക. പ്രോഫിറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവിടെ കോർപ്പറേഷൻ ടാക്സ് ഇൻക്രീസ് ആകും. സോ അപ്പം എഫക്റ്റീവ്ലി പറഞ്ഞാൽ UK ഗവൺമെന്റിന്റെ പോയിന്റ് ഓഫ് വ്യൂല് ഈ ഒരു അതിനൊക്കെ ഒരു ചെറിയ ചെറിയ റെസ്ട്രിക്ഷനും കാര്യങ്ങളോ ഗാറിൽ ചെയ്യും. അപ്പൊ ഇത് ഓൾറെഡി ഒരു റിലവന്റ് ആണ് എന്നുള്ള രീതിയിലേക്ക് പറയാം. അപ്പൊ അത് എത്തിക്സ് ആണ്. അത് ഓൾറെഡി ചാപ്റ്റർ 16 എത്തിക്സിന്റെ കോർപ്പറേഷനിലെ ടെക്സ്റ്റ് കപ്ലാൻ പോർഷൻ നന്നായി വായിച്ച് മനസ്സിലാക്കിയിരിക്കണം. And the last part, as you know, I purchased 70,000 ordinary shares in Lark Limited, 70% holding in June 2016 for 1.5, and I have made gifts from this shareholding in the past. On 1st May 26, I will make 2 further such gifts, 1,500 shares to a discretionary trust established for the benefits of my sister's children and 1,500 shares to my brother. ഇപ്പൊ 2 ഗിഫ്റ്റുകളാണ് കൊടുത്തത്. 1,500 ഷെയർ ഒരു ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുത്തു, അതുപോലെ 1,500 ഷെയർ ഒരു ആളുടെ ബ്രദറിനും ഗിഫ്റ്റ് കൊടുത്തു. ദീസ് വിൽ ബി only gifts in the tax year 26-27. അപ്പൊ ഇവിടെ 26-27 വേറെ ഗിഫ്റ്റുകളൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ AEA ആനുവൽ എക്സംപ്റ്റ് എമൗണ്ട് അവൈലബിൾ ആണ് എന്ന് മനസ്സിലാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. My brother has been living in the country of Limro since 2017. Unfortunately, he is in poor health and said that he has not visited to the UK since 2019 and will not be able to do so in future. ആള് ബ്രദർ 2019 മുതൽ ഹെൽത്ത് ഓക്കെ അല്ല. സോ അതുകൊണ്ട് നിലവില് UK-യിലേക്ക് വരാനൊന്നും പ്ലാൻ ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഫ്യൂച്ചറിലേക്കൊന്നും. ഇതെന്തിനാ പറഞ്ഞിരിക്കണേന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇവിടുത്തെ നിങ്ങളുടെ റിക്വയർമെന്റ് write the memorandum for Rosie client file when carrying out this work. On 1st May 2026, the market value 1,500 shares for 27, and Rosie is a high rate taxpayer and BADR relief will be available. For each of the 2 proposed gifts, അതായത് gift to trustum, gift to brother, whether or not gift relief, holdover relief, gift or holdover relief is available, and calculate Rosie's CGT liability and the recipient CGT base cost if the shares received. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന CGT ലയബിലിറ്റി കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, അതുപോലെ തന്നെ ബേസ് കോസ്റ്റും കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് 2 സിറ്റുവേഷനിൽ കേട്ടോ. Then when I have made the gifts in the past, I have claimed gift holdover leave. I would like to do this again in respect of these gifts to be made on 1st May 26. പണ്ട് ഞാൻ ഈ ഷെയർ ഗിഫ്റ്റ് ഇതിന് മുമ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്തിട്ടുള്ളതാണ്. ആൻഡ് ഐ റീകോൾ ദാറ്റ് വെൻ ഐ ലാസ്റ്റ് മെയ്ഡ് എ ഗിഫ്റ്റ് ഓഫ് ഷെയർസ് ഇൻ ലാർക്ക് ലിമിറ്റഡ്, ദ റിലീഫ് വാസ് റെസ്ട്രിക്റ്റഡ് ടു 94% of the gain arising due to the undeveloped land owned by the company. When advising me on these gifts, please assume that this percentage has not changed. ബട്ട് ആ ഒരു റിലീഫ് 95% റെസ്ട്രിക്ഷൻ എന്നുള്ളത് ഒരു ആപ്ലിക്കബിൾ അല്ല. കാരണം അവിടെ ട്രേഡ് പർപ്പസിന് ഇത്ര അസറ്റ്സ് യൂസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നോൺ ട്രേഡ് പർപ്പസിന് ഇത്ര അസറ്റ്സ്, അങ്ങനെ നമുക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല. സോ അതുകൊണ്ട് അത് റിലവൻസ് ഇല്ല. ഓക്കെ, നിങ്ങൾ ചിന്തിക്കേണ്ടത് 2 കാര്യങ്ങളാണ്. ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുത്തു, ബ്രദറിനും ഗിഫ്റ്റ് കൊടുത്തു. ഇതിൽ 2ഉം ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ എന്നാണ് അറിയേണ്ടത്. ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഫസ്റ്റ് ട്രസ്റ്റിന്റെ ട്രാൻസ്ഫർ ടു ട്രസ്റ്റ് ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റും. ക്ലെയിം ചെയ്യാം. ക്ലിയർ ആയിട്ട് നിങ്ങൾ ഓർക്കുക, ഇമ്മീഡിയറ്റ് ചാർജ് ടു IST ആണെങ്കിൽ അവിടെ നമുക്ക് ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാം എന്നൊരു കണ്ടീഷൻ ഉണ്ട്. ഓൾറെഡി ഒരു പോയിന്റ് ഉണ്ട്, അത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അതായത് നമുക്കറിയാം, ഇപ്പം ഒരു ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴും ബ്രദറിന് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോഴും അവിടെ ഒരു IST ആസ്പെക്ട്സും CGT ആസ്പെക്ട്സും വരുന്നുണ്ട്. ട്രസ്റ്റിന് ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ IST പോയിന്റ് ഓഫ് വ്യൂല് ഇമ്മീഡിയറ്റ് ആയിട്ട് ടാക്സ് കൊടുക്കണം. സോ അതിനാൽ തന്നെ അങ്ങനെ ഒരു ഇമ്മീഡിയറ്റ് ടാക്സ് കൊടുക്കേണ്ടതുണ്ട്. CLT ഇമ്മീഡിയറ്റ് ടാക്സ് കൊടുക്കേണ്ടത് കൊണ്ട് ടാക്സ് അതോറിറ്റി പറയുന്നത്
നമ്മൾ CGT പ്രകാരം ഈ അസറ്റിൽ മേൽ നിങ്ങൾ എന്ത് ക്ലെയിം ചെയ്തു? ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്തു എന്നാണ് പറയുക. ഇനി ബ്രദറിന്റെ പോയിന്റ് ഓഫ് വ്യൂയിലേക്ക് വന്നാൽ, ബ്രദറിന്റെ പോയിന്റ് ഓഫ് വ്യൂയില് നോർമൽ കേസിൽ ഇത് ഒരു അൺകോട്ടഡ് ഷെയർ ഒക്കെയാണ് ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാം. ബട്ട് അവിടെ ഒരു മെയിൻ കണ്ടീഷൻ ഉണ്ട്, ഓൾറെഡി ഡോണി ഒരു UK റെസിഡന്റ് ആയിരിക്കണം എന്നൊരു മെയിൻ കണ്ടീഷൻ ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ പറയണം 26-27 ടാക്സിൽ, അതായത് ഗിഫ്റ്റ് കൊടുത്ത ഈ ഇയറിൽ ഓൾറെഡി ഡോണി ഒരു ഓവർസീസ് റെസിഡന്റ് ആണ്, നോൺ UK റെസിഡന്റ് ആണ്, സ്പെൻഡ് ലെസ് ദാൻ 16 days ഓൾറെഡി 26-27 ടാക്സ് ഇയറിൽ UK സ്റ്റേ ചെയ്തിട്ടുള്ളൂ. സോ ദെയർഫോർ എന്തായിരിക്കും? നോൺ UK റെസിഡന്റ് ആയതുകൊണ്ട് ഇതിൽ എന്ത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല? ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മള് ആഫ്റ്റർ ടാക്സ് ചോദിച്ചിട്ടുണ്ടല്ലേ, CGT. ഗിഫ്റ്റ് റിലീഫ് അവൈലബിൾ ആണെന്ന് ചോദിച്ചു. നമ്മൾ ഓൾറെഡി പറഞ്ഞു ട്രസ്റ്റ് ഗിഫ്റ്റ് കൊടുത്തത് ഗിഫ്റ്റ് റിലീഫ് അവൈലബിൾ ആണ്. റീസൺ അത് ഇമ്മീഡിയറ്റ് ചാർജ് ടു IST ആയതുകൊണ്ട്. ദെൻ ബ്രദറിന് കൊടുത്തത് ഓൾറെഡി ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. അതിന്റെ റീസൺ എന്ന് പറയുന്നത് ബ്രദർ ഒരു നോൺ UK റെസിഡന്റ് ആണ് 26-27 ടാക്സ് ഇയർ. ദെൻ CGT ലയബിലിറ്റി, ട്രാൻസ്ഫർ ടു ട്രസ്റ്റ്. പ്രൊസീഡ് വാല്യൂ നമുക്ക് ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, 27,000 ആണ് എന്ന് പറഞ്ഞിരുന്നു. ട്രാൻസ്ഫർ ടു ട്രസ്റ്റ്, സെയിൽസ് 27 ലെസ് കോസ്റ്റ് 1.5 into 1,500 ഷെയർ. ബാലൻസ് ഈസ് ഗെയിൻ. പിന്നെ നമ്മൾ മെയിലിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യും. ഞാൻ ആ ഫോർമാറ്റ് ഫുൾ ആയിട്ട് കാണിച്ചതല്ലേ, നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരണ്ട. അപ്പൊ ഇവിടെ ഇമ്മീഡിയറ്റ് ചാർജ് ടു IST ആയതുകൊണ്ട് ഇത് ഫുള്ള് നമ്മൾ എന്ത് ക്ലെയിം ചെയ്തു? ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്തു. സോ ദെയർഫോർ ചാർജബിൾ ഗെയിൻ 0. ഇനി നിങ്ങളോട് ബേസ് കോസ്റ്റ് ചോദിച്ചിട്ടുണ്ട്. അതിനിപ്പോ ബേസ് കോസ്റ്റ് ആക്ച്വലി 27 മൈനസ് ഏതാ 27,000 മൈനസ് കോസ്റ്റ് ആണ് ബേസ് കോസ്റ്റ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ നമ്മൾ ഓൾറെഡി ഡോണി തേർഡ് പാർട്ടിക്ക് സെയിൽ ചെയ്യുവാണെങ്കിൽ ബേസ് കോസ്റ്റ് എന്നുള്ളൊരു ഫോർമാറ്റ് തന്നിട്ടുണ്ട്. സോ അതില് കോസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം പ്രൊസീഡ്സ് ആണ്. പ്രൊസീഡ്സ് ദാറ്റ് ഈസ് 27,000 ആണ്. ലെസ് ഗിഫ്റ്റ് റിലീഫ് എന്നാണ് റൂള്. ഗിഫ്റ്റ് റിലീഫ് 2,250 ആണ്. So therefore post tax base cost 24,750. Then sale to brother, the recipient's base cost ആണ് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു. Then gift to brother. Gift to brother ആയതുകൊണ്ട് നമ്മൾ ഓൾറെഡി ഗിഫ്റ്റ് റിലീഫ് ക്ലെയിം ചെയ്യാൻ പറ്റില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഇവിടുത്തെ ഈ ഫോർമാറ്റിലൊന്നും ഡിഫറൻസ് ഇല്ല. സെയിൽസ് മൈനസ് കോസ്റ്റ് ഗെയിൻ അത് തന്നെ വരും. പിന്നെ ഇവിടെ ക്വസ്റ്റ്യൻ ഓൾറെഡി പറഞ്ഞിരുന്നു ഇവര് AE യൂട്ടിലൈസ് ചെയ്തില്ല എന്ന് പറഞ്ഞാൽ AE 3,000 അവൈലബിൾ ആണ്. ബാലൻസിനെയാണ് നമ്മൾ ടാക്സബിൾ ഗെയിൻ എന്ന് പറയുക. Then CGT liability BADR അവൈലബിൾ ആണെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് സിനാരിയോയിൽ നിന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവുമായിരുന്നു. അവർ ആ കമ്പനിയിലെ മോർ ദാൻ 70% ഹോൾഡ് ചെയ്തിട്ടുണ്ട്. 2016 മുതൽ ഹോൾഡ് ചെയ്തിരിക്കുന്ന അവിടുത്തെ എംപ്ലോയി ആണ്. അതുകൊണ്ട് BADR അവൈലബിൾ ആണ്. 14% CGT ലയബിലിറ്റി റൈസ് ആവും. ഇനി ബേസ് കോസ്റ്റോ, റെസിപ്പിയന്റ് ബേസ് കോസ്റ്റ്. ബേസ് കോസ്റ്റ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കണേ ഇങ്ങനെയാണ്. കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏതെടുക്കണം എന്നാ പഠിച്ചു വെച്ചിരിക്കണേ? മാർക്കറ്റ് വാല്യൂ എടുക്കണം. ദാറ്റ് ഈസ് 27,000 ലെസ് ഗിഫ്റ്റ് റിലീഫ്. ബട്ട് ആക്ച്വലി ഇവിടെ ഗിഫ്റ്റ് റിലീഫ് ഇല്ല. സോ അതിനാൽ തന്നെ 27,000 തന്നെ ആയിരിക്കും എന്തെന്ന് പറയുക? ബേസ് കോസ്റ്റ് എന്ന് പറയുക.
ഇത്രയേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യനിലെ റിക്വയർമെന്റ്. ഇത് നമ്മൾ മെയിൻലി കോർപ്പറേഷൻ ആണ്, ബട്ട് വാറ്റ് കയറി വന്നിട്ടുണ്ട്, CGT കയറി വന്നിട്ടുണ്ട്, എല്ലാ ഏരിയാസും കുറേശ്ശെ കയറി വന്നിട്ടുണ്ട്. സോ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ഓൾറെഡി ഒരു CGT ഒക്കെ ആയിട്ട് മിക്സ് ചെയ്ത് CGT IST ഒക്കെ കൂടെ കയറി വരാവുന്ന രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം ഡിസ്കസ് ചെയ്യാം. ഹിറോമി എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ, അതും ഒരു 50 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും നെക്സ്റ്റ് നാളെ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുക. ആർക്കെങ്കിലും ഒക്കെ ഒന്ന് ജസ്റ്റ് റീക്യാപ്പ് ചെയ്യണമെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാൽ മതി. ഹിറോമി ഏതൊക്കെ പോർഷൻസ് ആണ് എന്നുള്ളത് ആ ഒരു ക്വസ്റ്റ്യൻ റെഫർ ചെയ്താൽ മതി കേട്ടോ. താങ്ക് യു.